الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദിൽ അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ നൽകിയിട്ടുള്ള അധ്യായം ബാബു ഖൗലില്ലാഹി തആല ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. സൂറത്തുൽ ബഖറയിലെ 22ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് അധ്യായത്തിന്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. എന്താണ് അധ്യായത്തിന്റെ തലക്കെട്ട്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായം ഇവിടെ ഉദ്ധരിക്കാൻ പണ്ഡിതന്മാർ പറയുന്നു പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളുന്നത് ഒരു മനുഷ്യന്റെ നാവിലൂടെ അവൻ അറിയാതെ ഉണ്ടാകുന്ന ശിർക്കൻ വചനങ്ങളെ കുറിച്ചിട്ടുള്ള താക്കീതാണ്. അപ്പൊ അതിൽ നിന്നും മുസ്ലിമീങ്ങളെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അഥവാ അവരറിയാതെ ഇത്തരത്തിലുള്ള ശിർക്കൻ വാക്യങ്ങൾ, ശിർക്കൻ വാചകങ്ങൾ അവരുടെ വായിൽ നിന്നും വന്നു പോകുന്നതിനെ കുറിച്ച് താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ അധ്യായം ഉദ്ധരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്, ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത് അത് വൻപാപത്തെക്കാളും ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആളുകൾ പൊതുവെ ചെറിയ ഷിർക്ക് എന്ന് കേൾക്കുമ്പോൾ അതെന്തോ ചെറിയ കാര്യമാണ്, അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചാൽ ദീനിൽ നിന്നും പുറത്തു പോകുകയില്ല എന്ന് പറയുമ്പോൾ അത് നിസ്സാരമാണ് എന്ന് പലപ്പോഴും ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് നിസ്സാരമല്ല, അത് വൻപാപത്തെക്കാൾ മുകളിലാണ് ചെറിയ ശിർക്കുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതുകൂടി അദ്ദേഹം ഈ അധ്യായം, അതുപോലെ അതിനു ശേഷമുള്ള അധ്യായമെല്ലാം കൊടുത്തതിന്റെ പിന്നിൽ ലക്ഷ്യമായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നവർ പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അത് ഷിർക്കുൽ അക്ബറാണ്. ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഷിർക്ക് ഒരാൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മ. അതിന് താഴെയുള്ള തിന്മ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. നാം നേരത്തെ ചിലത് വിശദീകരിച്ചിരുന്നു. അതുപോലെ ഇതിലൊക്കെ വിശദീകരിക്കാൻ പോകുന്ന ഷിർക്കുൻ അസ്ഗർ അതിന് താഴെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ബിദ്അത്തുകളാണ്. അതിനുശേഷം ഗൗരവമായിട്ടുള്ളത് ബിദ്അത്തുകളാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള മഅസിയത്തുകൾ. അതിലാദ്യം വൻപാപങ്ങൾ വരും, പിന്നീട് ചെറുപാപങ്ങൾ വരും. ഇങ്ങനെയാണ് തിന്മകളുടെ മറാത്തിബായിട്ട്, അതിന്റെ പദവികളായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ അധ്യായത്തിൽ നോക്കാം. ബാബു ഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമന്മാരെ നിശ്ചയിക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, അല്ലാഹുവിന് അങ്ങനെ ഒരു സമൻ ഇല്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ആകാശഭൂമികളുടെ പരിപാലനത്തിലോ അതിനെ പടച്ചതിന്റെ പിന്നിലോ അതുപോലെ ആളുകൾക്ക് ഉപജീവനം നൽകുന്ന കാര്യത്തിലോ അള്ളാഹുവിന് ഒരു സമനില്ല എന്നുള്ളത് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചില പങ്കുകാരെ ഉണ്ടാക്കുകയാണ്. അത് ചില സമയത്ത് അത് വിശ്വാസ കാര്യങ്ങളിൽ തന്നെ, അള്ളാഹുവെ പോലെ പടപ്പുകൾക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പദവിയിലേക്ക് പടപ്പുകളെ ഉയർത്തിക്കൊണ്ട് അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസ കാര്യങ്ങളിൽ തന്നെ പങ്കു ചേർക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില സമയത്ത് അത് നാവിൽ ഉണ്ടാക്കുന്ന ശിർക്കാണ്. നാവിലാണ് ആ കാര്യം വരുന്നത്. ചിലപ്പോൾ മനസ്സിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. ഹൃദയത്തിൽ പൂർണ്ണമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന കൽബായിരിക്കും. പക്ഷെ നാവ് അത് ശ്രദ്ധിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആളുകളോട്, പടപ്പുകളോട് പേര് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നാവിൽ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവൻ സമനാക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇനി വരുന്നത്. ഏതുപോലെ മാഷാ അല്ലാഹ്, അള്ളാഹുവും നീയും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോടൊപ്പം മറ്റൊരു പടപ്പിനെ ചേർത്തി പറയുക പോലെയുള്ള ദീനിൽ നിന്നും പുറത്തു പോകാത്ത, എന്നാൽ വളരെ ഗൗരവമുള്ള
ഷിർക്കുൻ അസ്ഗറായിട്ടുള്ള കാര്യം, അതിനെക്കുറിച്ചാണ് സഹോദരങ്ങളെ ഈ അധ്യായങ്ങളിൽ ഇനി ഉദ്ധരിക്കാൻ പോകുന്നത്. ഈ തലക്കെട്ടിന് തഫ്സീറായിക്കൊണ്ട്, ഈ തലക്കെട്ടിന് വിശദീകരണമായിക്കൊണ്ട് മഹാനായ ഇബ്നു അബി ഹാത്തിം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിച്ച വിശദീകരണം കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാണ് അദ്ദേഹം അടുത്തതായി കൊടുത്തിട്ടുള്ളത്. ഖാല മുസന്നിഫ് റഹിമഹുല്ലാഹ് ഖാല ഇബ്നു അബ്ബാസിൻ ഫിൽ ആയ, ഈ പറഞ്ഞ ആയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശദീകരണം പറയുകയാണ്. അൽ അൻദാദ്, അൻദാദ് അള്ളാഹുവിനുള്ള സമന്മാരെന്ന് പറഞ്ഞാൽ, നിദ് എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ്. അൽ അൻദാദ് എന്ന് പറഞ്ഞാൽ, സമന്മാരെന്ന് പറഞ്ഞാൽ ഹുവ ഷിർക്ക്, അത് ഷിർക്കാകുന്നു എന്നാണ് പറയുന്നത്. അഖ്ഫാ മിൻ ദബീബിൻ നംലി അലാ സഫാത്തിൻ സൗദാഅ ഫി ളുൽമത്തിൽ ലൈൽ. അദ്ദേഹം അൻദാദിനെ കുറിച്ചിട്ടുള്ള നേർക്കുനേരെയുള്ള ഒരു വിശദീകരണമല്ല അവിടെ പറയുന്നത്, മറിച്ച് അൻദാദിന്റെ ഒരു ഇനമാണ് പറയുന്നത്. അതായത് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇനമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ചില സമയത്ത് വിശദീകരിക്കുമ്പോൾ അങ്ങനെയാണ്, നിർവചനം പറയുമ്പോൾ അതിന്റെ ഒരു ഇനം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാറുണ്ട്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കിയവരാണ്. അള്ളാഹു അല്ലാത്ത ആളുകളിൽ ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കിയവരാണ്. അള്ളാഹു അല്ലാത്ത ആളുകളിൽ രക്ഷ തേടിയവർ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കിയവരാണ്. എന്നാൽ ഇവിടെ അതിന്റെ ഒരു ഇനമാണ് ഷിർക്കുൻ അസ്ഗറായ, ചെറിയ ഷിർക്ക് എന്ന് പറയുന്ന ഒരു ഇനമാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് ആ ഇനത്തിൽ പറയുന്നത്? ആ ഷിർക്ക് എന്ന് പറയുന്ന, ഈ ഗോപ്യമായ ഷിർക്ക് എന്ന് പറയുന്നത് അഖ്ഫാ മിൻ ദബീബിൻ നംലി അലാ സഫാത്തിൻ സൗദാഅ ഫീ ളുൽമത്തിൽ ലൈൽ. വളരെ ഗോപ്യമായ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആ ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ അതിനെ തൊട്ട് ഭയപ്പെടേണ്ടത് അത് അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഒരു ഉറുമ്പ് അത് നടന്നു പോകുമ്പോൾ എന്ത് ശബ്ദമാണ് അത് ബാക്കി വെക്കുന്നത്? എന്ത് ശബ്ദമാണ് ആളുകളുടെ ചെവിയിലേക്ക് അത് ബാക്കി വെക്കുന്നത്? എന്ത് അടയാളമാണ് ആ നടന്ന ഭാഗത്ത് അത് ഉണ്ടാക്കി വെക്കുന്നത്? അതിനേക്കാൾ ഗോപ്യമായത് എന്നാണ് പറയുന്നത്. ഒരാന നടന്നു പോയാൽ ഒരടയാളം ഉണ്ടാക്കും, ഒരൊട്ടകം നടന്നു പോയാൽ ഒരടയാളം ഉണ്ടാക്കും. ഇതൊരു ഉറുമ്പ് നടന്നു പോയാൽ ഒരടയാളവും ഉണ്ടാവുകയില്ല, ശബ്ദമായിട്ടും ഉണ്ടാവുകയില്ല, അതുപോലെ എന്തെങ്കിലും ഒരു അടയാളം കലയായിട്ട് അങ്ങനെയും ഉണ്ടാവുകയില്ല. അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഇനി ആ ഉറുമ്പ് എവിടെയാണ് നടക്കുന്നത്? അലാ സഫാത്തിൻ സൗദ, വളരെ മിനുമിനുസമുള്ള കറുത്ത പാറയുടെ മുകളിലാണ്. ഒരു കറുത്ത പാറയുടെ, മിനുമിനുസമുള്ള ഒരു കറുത്ത പാറയുടെ മുകളിൽ ഒരു ഉറുമ്പ് നടക്കുമ്പോൾ ഒരടയാളം ഉണ്ടാവുകയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പരുക്കൻ പ്രതലത്തിലാണെങ്കിൽ ഒരല്പം ഒരടയാളം ഉണ്ടായേക്കാം. ഇത് മിനുസമുള്ളതാണ്, അതിലൊരടയാളവും ഉണ്ടാവുകയില്ല. നമുക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ ശബ്ദമോ അതിന്റെ അടയാളക്കലയോ ഒന്നും ഉണ്ടാവുകയില്ല. ഇനിയോ ഫീ ളുൽമത്തിൽ ലൈൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ വലിയൊരു വാഹനം അല്ലെങ്കിൽ വലിയൊരു മൃഗം അത് നടന്നുപോയാൽ പോലും അതിന്റെ അടയാളമോ മറ്റോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇത് അത്രയും ഗോപ്യമായ കാര്യം, അങ്ങനെയാണ് ഷിർക്ക് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ, ഈ ആയത്തിനെ കുറിച്ച് കേൾക്കുന്ന ആളുകൾ കേവലം ഇത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ മാത്രമുള്ള തെളിവാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. വലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശരിയാണ്. ഈ ആയത്ത് ഇറങ്ങിയ പശ്ചാത്തലം എന്ന് പറയുന്നത് മക്ക മുശ്രിക്കുകൾക്ക് തന്നെയാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം. അവർ തന്നെയാണ് ആ അഭിസംബോധിതരായിട്ടുള്ളത്. അവരോട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അവർ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വഅൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാം അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചത്, അതിനെ നിയന്ത്രിക്കുന്നത് ഒക്കെ നിങ്ങൾക്കറിയാം, എന്നിട്ടും നിങ്ങൾ പങ്കുകാരുണ്ടാക്കുകയാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ നിങ്ങൾ നൽകുകയാണ്. അത് തന്നെയാണ് അതിന്റെ പ്രഥമ കാരണം. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആനിന്റെ ഓരോ ആയത്തുകൾ കേട്ട് അതിന്റെ വിശദീകരണം പഠിച്ച മഹാനായ സഹാബി അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത് ഇതതു മാത്രമല്ല, ഇത് വളരെ ഗോപ്യമായ ശിർക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വഹു അൻ തഖൂൽ, അത് നീ പ്രകാരം പറയുകയാണ്, വല്ലാഹി വഹയാതികി യാ ഫുലാന, വല്ലാഹി വഹയാതികി യാ ഫുലാന. ഇവിടെ പറയുന്നത് എന്താണ്? എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുന്ന സമയത്ത് ഒരുവൻ തന്റെ ഇണയോട് പറയുന്ന വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, വഹയാതികി, നിന്റെ ജീവിതം തന്നെയാണ് സത്യം, യാ ഫുലാന, വഹയാതി, എന്റെ ജീവിതം തന്നെയാണ് സത്യം എന്ന രൂപത്തിലൊക്കെയുള്ള സംസാരം, അത്
വാക്കിലുള്ള ഷിർക്കാണ് എന്നാണ്. ചിലപ്പോൾ ചില സമയത്ത് നമ്മളിത് നേർക്കുനേരെ കേട്ടാൽ നമ്മൾ തന്നെ തോന്നും എന്താണ് ഇതിൽ ഷിർക്കായിട്ടുള്ളത്. അള്ളാഹു ആണ് സത്യം, നിന്റെ ജീവിതമാണ് സത്യം, എന്റെയും ജീവിതമാണ് സത്യം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2 രൂപത്തിലുള്ള ഷിർക്കുകൾ ഈ പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഈ വാക്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, സംസാരത്തിൽ ലഫ്ളിൽ അള്ളാഹുവിനെയും ഒരു പടപ്പിനെയും ഒരുപോലെയാക്കി എന്നാണ്. എന്താണത്? വല്ലാഹി, അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിനോടൊപ്പം വഹയാതികി, നിന്റെ ജീവിതവും, വഹയാതി, എന്റെ ജീവിതവും എന്ന് പറഞ്ഞ് 2 പടപ്പുകളെ കൂടി അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിനോടൊപ്പം ചേർത്ത് പറയുന്നത് പോലും ദീനുൽ ഇസ്ലാമിൽ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഷിർക്കുൻ അസ്ഗറായ വൻപാവത്തെക്കാളും കടുത്ത ഗൗരവമുള്ള കാര്യമാണ്. അതിന്റെ ഇനിയും തെളിവുകൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പേരിനോടൊപ്പം വല്ലാഹി എന്ന് പറഞ്ഞതിനോടൊപ്പം ആൻഡ് ഇട്ടുകൊണ്ടാണ്. അറബിയിൽ വാവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൻഡ് ഇടുന്ന പോലെയാണ്. അള്ളാഹുവും അതുപോലെ തന്നെ നിന്റെ ജീവിതവുമാണ് സത്യം, അള്ളാഹുവാണ് സത്യവും നിന്റെ ജീവിതവുമാണ് സത്യം എന്ന് പറഞ്ഞത് അത് ഷിർക്കുൻ ഫിൽ ലഫ്ളാണ്, സംസാരത്തിൽ ഉണ്ടാകുന്ന ഷിർക്കാണ്, ഷിർക്കുൻ അസ്ഗറാണ്. ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ലെങ്കിലും വളരെ കടുത്ത ഷിർക്കാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇതിൽ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്തിരിക്കുന്നു. ആദ്യം പറഞ്ഞത് വല്ലാഹി, അത് ശരീഅത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് ആവശ്യമെങ്കിൽ. പക്ഷെ രണ്ടാമത് പറഞ്ഞത് വഹയാതികി, നിന്റെ ജീവിതം തന്നെയാണ് സത്യം, യാ ഫുലാന, ഇന്നവളെ എന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തെ തൊട്ട് സത്യം ചെയ്യുകയാണ്. അള്ളാഹു അല്ലാതെ ഒരു പടപ്പിനെ തൊട്ടും സത്യം ചെയ്യുക എന്നുള്ളത് പറയാൻ പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, അവിടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. അപ്പൊ 2 രൂപത്തിലുള്ള ഷിർക്ക് ഈ വാക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഷിർക്ക് ആർക്കാണ് മനസ്സിലാവുക? അധികം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല, ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ഒരു കറുത്ത രാത്രിയിൽ വളരെ മിനുമിനുസമുള്ള ഒരു പാറപ്പുറത്ത് ഒരു കറുത്ത ഉറുമ്പ് വളരെ പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിയാൽ അതെത്ര ഗോപ്യമാണ്, അതിനേക്കാൾ ഗോപ്യമാണ് ഈ ഷിർക്ക് എന്ന് അദ്ദേഹം പറയാനുള്ള കാര്യം അതാണ്. പലരും അത് ശ്രദ്ധിക്കുക പോലും ഉണ്ടാവുകയില്ല. രണ്ടാമതായി ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത്, ഈ ഒരു ഷിർക്കിന്റെ ഇനത്തിലേക്ക് അദ്ദേഹം എടുത്തു പറയുന്നത്, വതഖൂൽ ലൗലാ കൽബതു ഹാദാ ലഅതാന ലുസൂസ്, ഈ നായ ഇല്ലായിരുന്നെങ്കിൽ, ഈ കൊച്ചു നായ ഇല്ലായിരുന്നെങ്കിൽ ലഅതാന ലുസൂസ്, കള്ളൻ കയറിയേനെ, കള്ളൻ ഞങ്ങളുടെ വീട്ടിൽ കയറിയേനെ എന്നാണ് പറയുന്നത്. ഇതും പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇത് നമ്മൾ നേരത്തെ വന്ന ഒരു കഴിഞ്ഞ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്താണത്? ഇളാഫത്തു നിഅമ, അനുഗ്രഹങ്ങളെ ചേർത്തി പറയുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്ക് അനുഗ്രഹങ്ങളെ ചേർത്തി പറയുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കള്ളൻ അവിടെ ഇവിടെയൊക്കെ ഉള്ള വീട്ടിൽ കയറി, നമ്മളെ വീട്ടിൽ കയറിയിട്ടില്ല. നമ്മളെ വീട്ടിന്റെ മുന്നിൽ നമ്മളൊരു നായ കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണത്താൽ കള്ളൻ കയറിയിട്ടില്ല എന്നൊരാൾ പറയുകയാണ്. നായ ഉള്ളത് കൊണ്ട് കള്ളൻ കയറാതെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിച്ച കാര്യത്തിന് അള്ളാഹു അതിനുവേണ്ടി നിശ്ചയിച്ചൊരു സബബ് തന്നെയാണ്, ഒരു കാരണമാണത്. പക്ഷെ ആ സബബിലേക്ക് അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ ആ സബബിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് ഷിർക്കുൻ അസ്ഗറാണ്. നമ്മളെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച കാര്യമാണ്. ഇന്ന ഡോക്ടറെ കൊണ്ട് എന്റെ മകൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഡ്രൈവറുടെ മികവ് കാരണത്താൽ നമ്മൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പോലെ, ഇതൊക്കെ ഷിർക്കുൻ അസ്ഗറാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ സംരക്ഷിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവനുണ്ടാകുന്ന ഏതൊരു ബുദ്ധിമുട്ടിൽ നിന്നും അവനെ രക്ഷിക്കാൻ അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ, അവനാണ് അത് ചെയ്തതും. പക്ഷേ അള്ളാഹു കാരണമായി നിശ്ചയിച്ചതിലേക്ക് യഥാർത്ഥത്തിൽ അവൻ അതാണ് രക്ഷപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷെ ആ സംസാരത്തിലുള്ള പ്രശ്നമാണ് ഈ പറയുന്നത്, അത് പാടില്ല എന്നുള്ളത്. മൂന്നാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സമാനമായ മറ്റൊന്നാണ്, വലൗലൽ ബത്തു ഫിദ്ദാരി ലഅതൽ ലുസൂസ്, വീട്ടിൽ ആ താറാവില്ലായിരുന്നെങ്കിൽ കള്ളം കയറുമായിരുന്നു. താറാവ് നമുക്കറിയാം, താറാവ് ഇങ്ങനെ തുടരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജീവിയാണ്, കോഴിയെ പോലെയല്ല, അതിനേക്കാളും കൂടുതൽ ശബ്ദം ഉണ്ടാക്കും. പ്രത്യേകിച്ചും അന്യരായിട്ടുള്ള വല്ലവരും അതിന്റെ അടുത്തേക്ക് കയറി വന്നാൽ അത് കൂടുതൽ ശബ്ദമുണ്ടാക്കും. അങ്ങനെ യജമാനൻ ഉണരുകയും കള്ളൻ വന്നു എന്നുള്ളത് തിരിച്ചറിയുകയും അങ്ങനെ കള്ളൻ ഓടാൻ സാധ്യതയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കള്ളൻ ഈ ഒച്ച കേൾക്കുമ്പോൾ തന്നെ യജമാനൻ ഉണരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് വേഗം പിന്തിരിഞ്ഞോടും. ഇതൊരു സബബാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തിയതിനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ളന്റെ ആ വേലകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തിയതിനെ അവൻ ഈ താറാവിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ അതും ഷിർക്കിനുള്ളൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുള്ളത്.
അടുത്തതായി അദ്ദേഹം കൊടുത്തു വഖൗലു റജുലി ലിസാഹിബി മാഷാ അല്ലാഹു വശിഅത്. ഒരാൾ തന്റെ സഹോദരനോട് കൂട്ടുകാരനോട് പറയുകയാണ് മാഷാ അല്ലാഹു വശിഅത്, അല്ലാഹു നീ ഉദ്ദേശിച്ചതുപോലെ, അല്ലാഹുവും നീയും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയുകയാണ്. ചേർത്തി പറയുകയാണ്, ആൻഡിട്ട് പറയണം. അല്ലാഹുവും നീയും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഒരു അധ്യായം പ്രത്യേകം വരുന്നുണ്ട്, അവിടെ കൂടുതൽ വിശദീകരിക്കാം. അതും ശിർക്കിന്റെ ഒരു ഇനമാണ്. അതുപോലെ വേറൊരു കാര്യം വഖൗലു റജുൽ ലൗലല്ലാഹു വഫുലാൻ, അല്ലാഹു ഇന്നാളും ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്തോ ആകാം, അങ്ങനെ പല കാര്യം പറയാറുണ്ട്. അല്ലാഹു ഇന്നാളും ഇല്ലായിരുന്നെങ്കിൽ, അത് അല്ലാഹുവും എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അയാളെ മറ്റൊരാളെ ചേർത്തി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ സഹോദരങ്ങളെ സംസാരത്തിൽ വരുന്ന ഷിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ സംസാരത്തിൽ വരുന്ന ഷിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാ തജ്അൽ ഫിഹാ ഫുലാൻ, ഇവിടെ അല്ലാഹുവും ഫുലാൻ അതോടൊപ്പം അങ്ങനെ നീ ചേർത്താൻ പറയാൻ പാടില്ല. ആദാ കുല്ലുഹു ബിഹി ഷിർക്ക്, ഈ പറഞ്ഞ മേൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഷിർക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ സംസാരം അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഈ അള്ളാഹുവിന്റെ മശീഅത്ത് പറയുന്ന സമയത്താകട്ടെ, അതല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഒരാളിലേക്ക് ചേർത്തി പറയുന്ന സമയത്താകട്ടെ, അല്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സത്യം ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, ഒന്നിലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റൊരാളെ നാവ് കൊണ്ടുപോലും വർത്താനത്തിൽ പോലും ആ ഒരു കാര്യം പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെ വർത്താനത്തിൽ പോലും ഹൃദയത്തിൽ യാതൊരു ചിന്തയുമില്ലാതെ സംസാരത്തിൽ പോലും അള്ളാഹുവും ഇന്നയാളും എന്ന് പറയാൻ പാടില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു ആണ് സത്യം അതോടൊപ്പം ഇന്ന ആളും സത്യം എന്ന് പറയാൻ പോലും പാടില്ലെങ്കിൽ, മറ്റു കാര്യങ്ങളെക്കുറിച്ച് എന്ത് തെളിവാണ് വേണ്ടത്? അല്ലെ, ഷിർക്കിനെ കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് സംവാദമൊക്കെ നടത്തി ജയിച്ചാലേ നമ്മൾ അംഗീകരിക്കൂ എന്നൊക്കെ പറഞ്ഞു ഒരുങ്ങുന്ന ആളുകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ അവർ നല്ല ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ അവർക്ക് എങ്ങനെയാണ് ഷിർക്ക് ചെയ്യാൻ സാധിക്കുക? ദീനുൽ ഇസ്ലാം ഖുർആൻ വായിച്ചിട്ട് ഹദീസുകൾ വായിച്ചിട്ട് എങ്ങനെയാണ് ഷിർക്കിന് ഇതിന് തെളിവുണ്ട് എന്ന് പറയാൻ സാധിക്കുക? ഒരിക്കലും നേർബുദ്ധിയുള്ള ഒരാൾക്കും സത്യസന്ധനായ ഒരാൾക്കും അത് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇത്ര ആളുകൾ മൈന്യൂട്ടാണ്, വളരെ ചെറിയ കാര്യമാണ് ഇത് ധരിക്കുന്നത് പോലും ദീനുൽ ഇസ്ലാമിൽ കടുത്ത കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന അസറുകളിൽ കാണാൻ സാധിക്കും അത് വൻപാപത്തേക്കാൾ കടുത്തതാണ് എന്ന രൂപത്തിലാണ് കാണാൻ സാധിക്കുക. അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയങ്ങളിൽ നമുക്ക് താക്കീതുകൾ ചെയ്തു തന്നിട്ടുണ്ട്. സംസാരത്തിൽ പോലും ഷിർക്കിന്റെ വാക്കുകൾ ലാഞ്ചനകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവിടെ മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഹദീസിന്റെ സഹാബിയെ ഉദ്ധരിച്ചെടുത്തൊരു പിശക് പറ്റിയതാണ്. ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. എന്താണ് ഹദീസ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ കുഫ്ർ ചെയ്തു അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തു എന്നാണ്. ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്, അദ്ദേഹം ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം ഹാക്കിം ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹീഹായ ഒരു ഹദീസാണ്. ഈ റാവി അദ്ദേഹം അത് ഒന്നുകിൽ കുഫർ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഷിർക്ക് പ്രവർത്തിച്ചു എന്ന രൂപത്തിൽ ഒന്നുകിൽ എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. എന്നാൽ അതല്ലാത്ത തന്നെ ഉറപ്പിച്ചു പറയുന്ന റിവായത്തുകളും കാണാം. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചതിൽ മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് കാണാം. ഇമാം അഹ്മദിന്റെ റിവായത്തിൽ കാണാം മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ വ അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ കുഫർ ചെയ്തു അതുപോലെ ഷിർക്കും ചെയ്തു. കുഫർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യത്തേതിൽ റാവിക്കൊരു ചെറിയ സംശയമുണ്ട്, കുഫർ എന്നാണോ പറഞ്ഞത് ഷിർക്ക് എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംശയമുണ്ട്. എന്നാൽ അതല്ലാത്ത രൂപത്തിലും വന്നിട്ടുണ്ട്. അതുപോലെ മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫർ എന്ന് ഇമാം ഹാക്കിമും ഉദ്ധരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ കുഫർ ചെയ്തു. കുഫർ ചെയ്തു എന്ന നേർക്കുനേരെ വാക്ക് വന്നിട്ടുണ്ട്, ഷിർക്ക് ചെയ്തു എന്ന് വന്നിട്ടുണ്ട്, കുഫറും ഷിർക്കും ചെയ്തു എന്നും വന്നിട്ടുണ്ട്. വളരെ സഹീഹായ ഹദീസാണ്, യാതൊരു സംശയവും അതിലില്ല. അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുന്ന എത്ര ആളുകളാണ്. എന്റെ ഉപ്പയാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ സത്യം ചെയ്യുന്നത് കാണാൻ സാധിക്കും. മുസ്ഹഫാണ് സത്യം, കഅബയാണ് സത്യം, ഈ രൂപത്തിലൊക്കെ ആളുകൾ സത്യം ചെയ്ത് പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് സത്യം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും സിഫത്തുകൾ എടുത്തു പറഞ്ഞ് അതാണ് സത്യം എന്നല്ലാതെ ഒരു മുഅ്മിൻ അവൻ ആവശ്യഘട്ടങ്ങളിൽ പറയാൻ പാടില്ല. ഇനി പറയുന്ന വ്യക്തി ആരെങ്കിലും
അവൻ ഈ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പടപ്പിനെ അള്ളാഹുവോളം അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ മഹത്വം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഉണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാഹി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ ചെറിയ ഒരു പേടിയൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഖബർ വല്ലാഹി മമ്പുറം തങ്ങളാണ് സത്യം എന്ന് പറഞ്ഞിട്ട് പറയാൻ പേടിയാണ്. അല്ലെങ്കിൽ ചില ഖബറുകളിൽ ഇങ്ങനെ നാട്ടി നിർത്തിയിട്ടുള്ള തൂക്കിയിട്ടിട്ടുള്ള കയറുകളുണ്ട്. അപ്പൊ ആ കയറുകൾ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യം സംശയമൊക്കെ കൊണ്ടുവന്നാൽ അവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ കയറ് പിടിച്ചിട്ട് നീ സത്യം ചെയ്യുന്ന പറയും. ഇതിന് പേടിയാണ്. കാരണം ഇവൻ വിചാരിക്കുന്നത് ഈ കയറ് സത്യം ചെയ്തിട്ട് ഞാൻ കളവങ്ങാനും പറഞ്ഞാൽ ഞാൻ ചോര തുപ്പി ചത്തുകളയും, ഞാൻ ചോര തുപ്പി മരിച്ചു പോകും, ഞാൻ ആകെ വഷളായി പോകും, എന്റെ ജീവിതം ഇല്ലാതായി പോകും എന്ന് അബോധിക മാർഗത്തിൽ ഈ ഖബറിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഇവന് പേടിയുണ്ടാവുകയാണ്. ഇത് ഷിർക്കുൻ അക്ബറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്നതിനേക്കാളും വലിയ മഹത്വമാണ് ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് നൽകിയിട്ടുള്ളത്. ഷിർക്കുൻ അക്ബറാണത്. അങ്ങനെയാണ് ഇവൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ. ഇനി അങ്ങനെ ഒന്നുമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെയോ അല്ലെങ്കിൽ അവനേക്കാൾ മുകളിലായിട്ടോ ഒന്നും നൽകിയിട്ടില്ല, മറിച്ച് അള്ളാഹുവിന്റെ പടപ്പാണ് എന്ന വിശ്വാസത്തിൽ തന്നെ ഒരാൾ ചെയ്താൽ അവനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഷിർക്കുൻ അസ്ഗർ ആണ് എന്നുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ട് അത് ഹറാമാണ്, അങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. എനിക്ക് കാണാൻ സാധിക്കും, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഹലഫ ബിൽ അമാനതി ഫലൈസ മിന്ന. ആരെങ്കിലും അമാനത്തിനെ തൊട്ട്, അതായത് നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യമാണ് അമാനത്ത്, നല്ലൊരു ഗുണമാണ്, അതിനെ വെച്ചുകൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഹറാമാണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലാ തഹ്ലിഫു ബി ആബാഇക്കും വമൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരെ തൊട്ട് സത്യം ചെയ്യാനേ പാടില്ല. ആരെങ്കിലും സത്യം ചെയ്യുന്നെങ്കിൽ അവൻ അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്യട്ടെ എന്നാണ്. സഹോദരങ്ങൾ, ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഉപ്പമാരെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഉപ്പമാരെ കുറിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടില്ലാത്തതുള്ളൂ എന്നല്ല. മക്കളെ കുറിച്ചാണെങ്കിലും ശരി, ആരെ കുറിച്ചാണെങ്കിലും ശരി, ഉമ്മമാരെ കുറിച്ചിട്ടാണെങ്കിലും ശരി, ഉമ്മമാരെ കുറിച്ചും ഹദീസ് വേറെ തന്നെ വന്നിട്ടുണ്ട്. ഇത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന സ്വഭാവമാണ്. ഉപ്പമാരത്തോ എന്റെ ഉപ്പയാണ് സത്യം. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഇത് ജാഹിലിയത്തിൽ ഉണ്ടായൊരു സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തൊട്ട് വിലക്കി. ഏറ്റവും സ്വഹീഹായ പരമ്പരയിലുള്ള ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവിടുത്തെ സ്വഹീഹുകളിൽ ഇത് ഉദ്ധരിച്ചു. കാലങ്ങൾ എത്ര കഴിഞ്ഞു, എന്നിട്ടും ആളുകൾ ഇന്നും നോക്കൂ, ഉപ്പയാണ് സത്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് പലപ്പോഴും ഇന്നും അതൊക്കെ നിലനിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആളുകൾ എത്രമാത്രം അറിവിനെ തൊട്ട് അജ്ഞരാണ്, അറിവിനെ തൊട്ട് അവർ ഗൗനിക്കുന്നേ ഇല്ല എന്നുള്ളതിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. എത്ര വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം തെളിവോടുകൂടി അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾ ഉപ്പാന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്നിനെക്കുറിച്ചും സത്യം ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യുന്നെങ്കിൽ വല്ലാഹി എന്നിട്ട് സത്യം ചെയ്യുക, ഫല്യഹ്ലിഫ് ബില്ലാഹ് എന്ന് ഹദീസിൽ നേർക്കുനേരെ പറഞ്ഞിട്ടും ആളുകൾക്കറിയില്ല. ആളുകൾ പലപ്പോഴും എന്റെ ഉപ്പയാണ് സത്യം, കഅബയാണ് സത്യം, ഇന്നതാണ് സത്യം എന്നിങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും. ആളുകൾ അങ്ങനെ പറഞ്ഞ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി അത് വിലക്കുകയാണ്. അതുപോലെ മറ്റൊരു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വലാ തഹ്ലിഫു ബിത്തവാഗി. തവാഗി എന്ന് പറഞ്ഞാൽ തവാഗീത്താണ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ. അതെന്തുമാകട്ടെ, വിഗ്രഹമാകട്ടെ, അങ്ങനെയുള്ള എന്ത് വസ്തുക്കളാകട്ടെ, അതിനെ തൊട്ട് നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. വലാ ബി ആബാഇക്കും, നിങ്ങളുടെ ഉപ്പമാരെ തൊട്ടും സത്യം ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായി കാണുകയാണ്. ഇതിന്റെ ഹുക്കുമ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഹുക്കും സഹോദരങ്ങളെ, ഒരാൾ ഈ സത്യം ചെയ്യുന്ന വസ്തു അത് അല്ലാഹു തആലയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ മഹത്വം കൽപ്പിച്ചുകൊണ്ടാണ് അവൻ സത്യം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ സത്യം ചെയ്യുക വഴി അതിനെതിരായിട്ട് വല്ല കളവും പറഞ്ഞാൽ അബോധിക മാർഗത്തിൽ ആരുടെ പേരിലാണോ സത്യം ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള വിശ്വാസമുണ്ടെങ്കിൽ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബറാണ്. ഇനി അതൊന്നുമില്ല, ഇതൊരു പടപ്പാണ് എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അതിനെ തൊട്ട് സത്യം ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഷിർക്കുൻ അസ്ഗറാണ്. ഗൗരവമുള്ള കാര്യമാണ്, നിസ്സാരമായ കാര്യമല്ല. അത് നിസ്സാരമല്ല എന്ന് അറിയിക്കുന്ന കാര്യം അടുത്ത അസ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അബ്ദുർ റസാഖ് അതുപോലെ ഇബ്നു അബി ഷൈബ ഒക്കെ ഉദ്ധരിച്ച അസ്ർ കാണാൻ സാധിക്കും. നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണെന്ന് വിലയിരുത്തിയതാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, അടുത്തതായി മത്തിനിൽ കൊടുത്തതാണ്, വഖാല ഇബ്നു മസ്ഊദ് ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ
അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ, അള്ളാഹുവിന്റെ പേരിൽ കള്ളസത്യം ചെയ്യുന്നതാണ് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടമായിട്ടുള്ളത്, മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖ, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ യഥാർത്ഥത്തിലുള്ള സത്യം ചെയ്യുന്നതിനേക്കാൾ. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ പേരിൽ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കളവ് പറയുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അത് ഇഷ്ടായതുകൊണ്ട് പറയുന്നതല്ല, മറ്റേതിനേക്കാളും അതാണ് നല്ലതെന്ന് പറഞ്ഞതാണ്. എന്തിനേക്കാൾ? വല്ലാഹി എന്ന് പറഞ്ഞു, വല്ലാഹി എന്നതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു പടപ്പിന്റെ പേരിൽ, മറ്റെന്തെങ്കിലുമൊക്കെ എന്റെ ഉപ്പയാണ് സത്യമെന്നോ, അല്ലെങ്കിൽ ഇന്ന തങ്ങളാണ് സത്യമെന്നോ, അല്ലെങ്കിൽ ഇന്ന ജാറമാണ് സത്യമെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അവൻ പറയുന്നത് കളവല്ല, സത്യം തന്നെ ആയിക്കോട്ടെ, എന്നാലും അതാണ് അപകടം പിടിച്ചത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ പറഞ്ഞത്? നേരത്തെ പറഞ്ഞതിന്റെ കാര്യമാണ്. കാരണം അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ കള്ളസത്യം ചെയ്യുക എന്ന് പറയുന്നത് അത് വൻപാപമാണ്. അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ കള്ളസത്യം ചെയ്യുകയാണ്, വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു കളവ് പറയാം, വല്ലാഹി ഞാനത് എടുത്തിട്ടില്ല, വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, കളവാണ് പറയുന്നത്, വൻപാപമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഹദീസുകൾ വരുന്നത്, വൻപാപമായ കാര്യമാണ്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്? അതാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ യഥാർത്ഥത്തിലുള്ള സത്യം ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടമായിട്ടുള്ളൂ. കാരണം അത് അതിനേക്കാളും ഗൗരവമാണ്, അത് ശിർക്കുൻ അസ്ഗറാണ്. അപ്പൊ ഈ വൻ പാപത്തിനേക്കാളും മുകളിലുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാതെ പടപ്പുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത്. അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ചിലർ നിസ്സാരമായ ഒരു കാര്യമേ അല്ല, നിസ്സാരമായ ഒരു കാര്യമല്ല. ചിലർ ഈ കാര്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വല്ലാഹി എന്ന് പറയുന്നതോടൊപ്പം വ അബീക, നിന്റെ ഉപ്പയാണ്, അതുപോലെ വ അബീഹി, അവന്റെ ഉപ്പയാണ് എന്നൊക്കെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അത് തൂങ്ങിപ്പിടിച്ചുകൊണ്ട് ഇത് ഹറാമല്ല, കറാഹത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ടു മറുപടികളാണ്. ഒന്ന്, അത് അറബികൾക്കിടയിൽ പൊതുവെ അങ്ങനെയുള്ള ചില വാക്കുകൾ ശീലമായിട്ടുള്ളതുണ്ട്. അറബികൾ അങ്ങനെ ചില വാക്കുകളൊക്കെ പറയാറുണ്ട്. സഖിലത്ക ഉമ്മുക്, നിന്റെ ഉമ്മക്ക് നിന്നെ നഷ്ടപ്പെടട്ടെ, നിന്റെ ഉമ്മക്ക് വിരഹ ദുഃഖം എന്ന രൂപത്തിലെ വാക്ക് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ മരിക്കട്ടെ എന്നാണ്. കാരണം ഉമ്മാക്ക് നിന്നെ നഷ്ടപ്പെട്ടെ എന്ന് പറഞ്ഞാൽ മരിക്കട്ടെ എന്നാണ്. പക്ഷെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. മുആദിനോടാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുആദ് ഇന്നി ഉഹിബ്ബുക്, മുആദ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ സഹാബിയാണ്. ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും നീ മരിക്കട്ടെ എന്ന് പറയുന്നു തോന്നുന്നു? ഇല്ല. അത് അറബികൾക്കിടയിലുള്ള ഒരു ശീലമാണ്, പറയുന്ന കാര്യം ഗൗരവമാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, നാവ് കൊണ്ട് ആണോ ആളുകൾ അധികം നരകത്തിലേക്ക് പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നാവ് കൊണ്ട് അങ്ങനെ ആളുകൾ നരകത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ, വളരെ ഗൗരവം പിടിച്ചൊരു കാര്യം അദ്ദേഹം ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഖിലത് കൗമുക യാ മുആദ്, മുആദേ നിന്റെ ഉമ്മക്ക് നിന്നെ നഷ്ടപ്പെടട്ടെ എന്നുള്ള വാക്ക്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരിക്കലും ആ ദുആ അല്ല, മറിച്ച് പറയുന്ന കാര്യത്തിന്റെ ഗൗരവം ഉണർത്താൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്. അതുപോലെ തെരിബത് കയദാക്, നിന്റെ കൈ മണ്ണോട് ചേരട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകട്ടെ എന്നാണ്. ഒരിക്കലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ എന്തല്ല, ദാരിദ്ര്യം ഉണ്ടാകാൻ പ്രാർത്ഥനയല്ല. ഏതുപോലെ നല്ല സാലിഹത്തായ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നീ സമ്പത്തും നോക്കിയിട്ടില്ല, കുടുംബ മഹിമയൊന്നും നോക്കിയിട്ടില്ല, സാലിഹത്തായ ഒരു പെണ്ണിന് വേണ്ടി നീ അന്വേഷിച്ചിട്ട് നിനക്ക് അങ്ങനെ ദാരിദ്ര്യം ഉണ്ടായാലും അത് കുഴപ്പമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫൽ ഫർ ബിദാത്തി ദീൻ തരിബത് യദാക്, നീ ദീനുള്ളവരെ തെരഞ്ഞെടുക്കുക, നിനക്ക് ദാരിദ്ര്യം ഉണ്ടായാലും എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകട്ടെ എന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്നും ചില കാര്യങ്ങൾ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള വാക്കുകളെ അവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അത് ശരിയല്ല. ഇത് പൊതുവെ അറബികൾക്കിടയിൽ അങ്ങനെ വന്ന ഒരു പ്രയോഗമാണ് എന്നാണ് ഒരു വജ്ഹായിട്ട്, ഒരു അഭിപ്രായമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാമത്തെ സഹോദരങ്ങളെ, ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് വിലക്കപ്പെട്ടിരുന്നില്ല. നമുക്ക് ചില റിവായത്തുകൾ കാണാൻ സാധിക്കും. സഹാബികളിൽ നിന്നും ആകെ റിവായത്ത് ചെയ്യപ്പെട്ട ഷിർക്കിന്റെ വാക്കുകൾ അവർ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ ചിലത് സത്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചില സത്യം ചെയ്തിരുന്നു, കാബയെ തൊട്ടൊക്കെ സത്യം ചെയ്തിരുന്നു, അങ്ങനെ സത്യം ചെയ്തിരുന്നു. അപ്പൊ അത് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്, പിന്നീട് അത് മാറിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുന്നത് ഷിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്നതും, അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളിപ്പോ കേട്ട പോലെയുള്ള ഹദീസുകളൊക്കെ അതൊക്കെ മുഹ്കമായ നേർക്ക് നേരെ മനസ്സിലാക്കി തരുന്ന ഹദീസുകളും അസറുകളാണ്. അതൊക്കെ വെച്ചിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാല് അത് നിസ്സാരമാക്കി കളയുന്ന ചിലരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തതായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഹദീസ് കാണാം. വഅൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു
അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ലാ തഖൂലു മാ ഷാ അല്ലാഹു വശാ ഫുലാൻ, അല്ലാഹു ഇന്ന വ്യക്തിയും ഉദ്ദേശിച്ചു എന്ന് നീ പറയാൻ പാടില്ല. വലാകിൻ ഖൂലു മാ ഷാ അല്ലാഹു വഹദ സുമ്മ ഷാ ഫുലാൻ, പക്ഷെ നീ പറയുക അല്ലാഹു മാത്രം ഉദ്ദേശിച്ചു, പിന്നീട് ഇന്നയാളും ഉദ്ദേശിച്ചു. പിന്നീട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് നീ പറയാം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണിത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം പ്രത്യേകം വരുന്നുണ്ട്, അവിടെ വിശദീകരിക്കാം. അതിനുശേഷം കൊടുത്തിട്ടുള്ള ഒരു അസറാണ് ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുള്ളയിൽ നിന്നും. അദ്ദേഹം വലിയ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ കാണാൻ സാധിക്കും. ജാഅ അൻ ഇബ്രാഹിം അൻ-നഖഈ അന്നഹു യക്റഹു അൻ യഖൂല അർ-റജുലു അഊദു ബില്ലാഹി വബിക്. അദ്ദേഹം യക്റഹു, മുൻഗാമികൾ സഹാബികളും താബിഈങ്ങളും കരിഹ യക്റഹു എന്ന് പ്രയോഗിച്ചാൽ അത് ഭാഷാർത്ഥം വെറുത്തു എന്നാണ്, കറാഹത്ത് എന്നാണുള്ളൂ. പക്ഷേ സഹാബികൾ അത് പ്രയോഗിക്കുന്നത് അത് ഹറാമാണ്, ഹറുമ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. യഹ്റുമു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹാബികൾ ഒരു കാര്യം വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അതർത്ഥം അത് ഹറാമായി കാണുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അദ്ദേഹം ഹറാമായി കണ്ടിരുന്നു. യഖൂൽ അർ-റജുൽ, ഒരാൾ പറയൽ അഊദു ബില്ലാഹി വബിക്, അള്ളാഹുവിനെ തൊട്ടും നിന്നെ തൊട്ടും ഞാൻ രക്ഷ തേടുന്നു എന്നൊരാൾ പറയുന്നത് അത് ഹറാമായി അവർ കണ്ടിരുന്നു. വയജൂസ് അൻ യഖൂൽ, ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ബില്ലാഹി അഊദു ബില്ലാഹി സുമ്മ ബിക്, അള്ളാഹുവിനെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു പിന്നീട് നിന്നെ തൊട്ടും രക്ഷ തേടുന്നു എന്ന് പറയാം. വയഖൂലു ലൗലല്ലാഹു സുമ്മ ഫുലാൻ, അള്ളാഹുവും പിന്നീട് ഇന്നയാളും എന്ന് പറയാം. വലാ തഖൂൽ, നീ പറയാൻ പാടില്ല ലൗലല്ലാഹു വഫുലാൻ, അള്ളാഹുവും ഇന്നയാളും ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയാൻ പാടില്ല എന്നാണ്. എന്താണ് ഈ പറഞ്ഞത്? ഇപ്പോ നമ്മൾ നേരത്തെ ഇസ്തിആദയുടെ രക്ഷ ചോദിക്കുന്ന ബാബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദുആയുടെ നിലക്ക് ഒരാളുടെ ഇസ്തിആദ രക്ഷ തേടുന്ന ദുആയുടെ നിലക്ക് അല്ലാഹു തആലയോട് മാത്രമേ പാടുള്ളൂ. ദുആയുടെ നിലക്ക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്, അല്ലാഹുവിനോട് രക്ഷ തേടുന്ന ആ നിലക്ക് അല്ലാഹുവിനോടേ പാടുള്ളൂ. എന്നാൽ നമ്മുടെ മുന്നിലുള്ള ഹയ്യായ, മുന്നിലുള്ള ഹാദിറായ, ജീവനുള്ള, അതിനോട് കഴിവുള്ള ഒരു വ്യക്തിയോട് അയാളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യത്തെ തൊട്ട് ഒരാൾ രക്ഷ തേടിയാൽ അത് ശിർക്കല്ല. ഉദാഹരണത്തിന് നമ്മളൊരു കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു സിംഹം നമ്മളെ കടിക്കാൻ വരികയാണ്. അപ്പൊ ഉടനെ ഒരു വേട്ടക്കാരൻ അടുത്തുണ്ട്. അയാളുടെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട്. അയാളൊരു വനംവകുപ്പിന്റെ ആളാന്ന് വിചാരിച്ചു. ഉടനെ നമ്മൾ അയാളുടെ അടുത്ത് പോകാൻ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നത് ഒരു സിംഹം എന്ന് പറഞ്ഞാൽ തെറ്റല്ല. കാരണം ജീവനുള്ള അയാളുടെ കഴിവിൽപ്പെട്ട, കാരണം അയാളിൽ തോക്കുണ്ട്, കഴിവിൽപ്പെട്ട ഒരു കാര്യം അയാളോട് നേർക്ക് നേരെ രക്ഷ ചോദിക്കുന്നതാണ്. ഇത് ശിർക്കല്ല, ഇത് ശിർക്കായ ഒരു കാര്യമല്ല. എന്നാൽ ഇതുപോലും സഹോദരങ്ങളെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന വാക്കിനോടൊപ്പം പറയുകയാണെങ്കിൽ അത് ശിർക്കാവും എന്നാണ് പറഞ്ഞത്. അഊദു ബില്ലാഹി വബിക്, അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് വാക്കിലുള്ള ശിർക്കായി പോയി. കാരണം അള്ളാഹുവിന്റെ പേരിനോടൊപ്പം ഇന്നയാളുടെ പേര് പറഞ്ഞു എന്നാണ്. അതല്ലാതെ പറയുമായിരുന്നെങ്കിൽ ശിർക്കില്ലായിരുന്നു. ഈ വ്യക്തിയോട് ഞാൻ നിങ്ങളോട് രക്ഷ ചോദിക്കുന്നത് ഒരു മൃഗമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റില്ലായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ പേരിനോടൊപ്പം തസ്വിയത്തുൽ ലഫ്ലില് സമമാക്കുക, ലഫ്ലിലെ സമമാക്കിയിട്ടുള്ളൂ, അത് ശിർക്കാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അഊദു ബില്ലാഹി സുമ്മ ബിക് എന്ന രൂപത്തിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു, പിന്നീട് നിന്നോട് രക്ഷ ചോദിക്കുന്നു, ശേഷം അള്ളാഹുവിനോട് കഴിഞ്ഞിട്ട് അങ്ങനെ പറയാവൂ. അല്ലാതെ അള്ളാഹുവിനോടും നിന്നോടും എന്ന രൂപത്തിൽ അത്ഫ് ചെയ്തുകൊണ്ട് ആൻഡ് എന്ന് വെച്ചിട്ടുള്ള പ്രയോഗം വെച്ചുകൊണ്ട് പറയാൻ പാടില്ല. അത് സംസാരത്തിലുള്ള ശിർക്കാണ് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പറഞ്ഞു ലൗല അല്ലാഹു സുമ്മ ഫുലാൻ, അങ്ങനെ നമുക്ക് പറയാം. അള്ളാഹുവും പിന്നീട് ഇന്നയാളും ഇല്ലായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരാൾ വന്ന് നമ്മൾ രക്ഷിച്ചു, ഈ പറഞ്ഞ വേട്ടക്കാരൻ നമ്മളെ രക്ഷിച്ചു, ശേഷം നമ്മൾ മറ്റൊരാളുടെ കാര്യം പറയുകയാണ്, അള്ളാഹുവും ശേഷം ആ വേട്ടക്കാരനും ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോയേനെ എന്ന് നമുക്ക് പറയാം. പക്ഷേ അള്ളാഹുവും വേട്ടക്കാരനും ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോയേനെ എന്ന് പറയുന്നത് സംസാരത്തിലുള്ള ശിർക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് സംസാരത്തിലുള്ള ശിർക്കമാണ്, ഗോപ്യമായ നമ്മൾ അറിയാതെ കടന്നു വരുന്ന ശിർക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ അധ്യായത്തിലുള്ളത്. ഇനി അടുത്ത അധ്യായം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ബാബു മാ ജാഅ ഫീ മൻ ലം യഖ്ന ബിൽ ഹലിഫി ബില്ലാഹ്. ഈ അധ്യായം വരുന്നത് ബാബു മാ ജാഅ, ഒരാളുടെ വിഷയത്തിൽ വന്നതാണ്. ഫീമൻ ലം യഖ്ന, അവൻ തൃപ്തിപ്പെടുന്നില്ല ബിൽ ഹലിഫി ബില്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്തിട്ടും അതിനെ തൊട്ട് തൃപ്തിപ്പെടാത്ത ഒരുവനെ കുറിച്ചിട്ടുള്ള അധ്യായം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഒരാൾ സത്യം ചെയ്താൽ, വല്ലാഹി എന്ന് പറഞ്ഞ് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോടുള്ള തഅലീമിന്റെ ഭാഗമാണ്, അള്ളാഹുവിനോട് കാണിക്കേണ്ട മഹത്വപ്പെടുത്തലിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ അത് അംഗീകരിക്കുക എന്നുള്ളത്. ഒരാൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കണം. കാരണം അവൻ അള്ളാഹുവിന്റെ പേരിലാണ് സത്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ
അംഗീകരിക്കണം. ഒന്നാമതായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നീ ഇന്ന ആളുടെ പേരിൽ സത്യം ചെയ്യൂ എന്ന് മാറ്റി പറയാൻ പാടില്ല. അത് പറയുന്ന ആൾക്കാരുണ്ട്. വല്ലാഹി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. നീ ഇന്ന് ദർഗയുടെ പേരിൽ സത്യം ചെയ്യൂ പറയും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് എന്താണ്? അത് ഈ പറയുന്ന ഷിർക്കുൻ അസ്ഗറാണ്. കാരണം ഇയാൾ ഈ വ്യക്തിയോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ നീ സത്യം ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടാൽ ഇയാൾ കാരണമാണ് അയാൾ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുന്നത് എങ്കിൽ ഇയാൾ ഷിർക്കുൻ അസ്ഗർ ചെയ്തു. ഇത് ആവശ്യപ്പെട്ട ആൾ ഷിർക്കുൻ അസ്ഗർ ചെയ്തു. അപ്പൊ ഒന്നത് പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇയാൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തതിന് തൃപ്തിപ്പെട്ടിട്ടില്ല. അത് അള്ളാഹുവിനെ അയാൾ ആദരിച്ചിട്ടില്ല എന്നതിന്റെ ഭാഗമാണ്. അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആദരിച്ചിട്ടില്ല എന്നറിയിക്കുന്ന കാര്യമാണ്. ഇത് നോക്കൂ സഹോദരങ്ങൾ, ഇതൊരു നമ്മളൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം എങ്ങനെയാണ്? ഇപ്പൊ ഒരാള് പറയാണ്, നമ്മൾ ചോദിച്ചു, രാവിലെ നമ്മൾ അയാളോട് പറഞ്ഞു നീ 10 മണിക്ക് ഇന്ന സ്ഥലത്ത് വരണം. നമ്മൾ പറഞ്ഞു, നമ്മൾ കാത്തിക്കാണ്. നമ്മള് കാത്തു നിന്നിട്ട് അയാൾ വന്നിട്ടില്ല. നമ്മൾ വൈകുന്നേരം ആയപ്പോ അയാൾ ചോദിച്ചു നീ എന്താ വരാത്തത്? അപ്പൊ അയാൾ പറഞ്ഞു വല്ലാഹി ഞാൻ യാത്രക്കാരനാണെന്ന് പറഞ്ഞു. വല്ലാഹി ഇന്നി കുന്തു മുസാഫിർ, അള്ളാഹുവാണ് ഞാൻ യാത്രക്കാരനാണ് എന്നയാൾ പറയാണ്. അപ്പൊ നമ്മള് ആണെങ്കിൽ നമ്മൾ അതിന് തൊട്ടു മുമ്പായിട്ട് ഇയാൾ ഇതിലൂടെയൊക്കെ നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഇയാൾ അതിന്റെ അപ്പുറത്തുപുറത്തോട്ടൊക്കെ നടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടാണെങ്കിൽ 10 മണിയാണ്. 10 മണിക്ക് ഇയാൾ എത്തിയിട്ടുമില്ല. പണ്ഡിതന്മാർ പറയുന്ന അയാൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് വിശ്വസിക്കുകയും അയാൾക്ക് നീ ഉദർ കാണുകയും വേണം. എന്താണ് ഉദർ കാണുക? അവർ പറഞ്ഞു, നീ പറഞ്ഞ് നിശ്ചയിച്ച സമയത്തിന് മുന്നെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ നീ കണക്കാക്കുക. അയാൾ ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവുക. കാരണം 10 മണിക്ക് നിന്നെ കാണാൻ നിന്നതിനാൽ അയാൾ യാത്ര 10:30 പുറപ്പെടേണ്ട ആളായിരിക്കും. അയാൾക്ക് സാധിക്കൂല. അങ്ങനെ നീ കണക്കാക്കണം. ഇനി അതല്ല, നീ ശേഷമാണ് കണ്ടിട്ടുള്ളതെങ്കിൽ, പറഞ്ഞ സമയത്തിന് ശേഷമാണ് അയാൾ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളതെങ്കിൽ നീ മനസ്സിലാക്കുക അയാൾ യാത്ര കഴിഞ്ഞ് നീ പറഞ്ഞ സമയം കഴിഞ്ഞ് എത്തിയതേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയെങ്കിലും നീ അയാൾക്ക് ഉദർ കൊടുക്കണം എന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം അയാൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം നീ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും നീ എന്ത് ചെയ്യണം? അത് വിശ്വസിക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അവനോടുള്ള ആദരവിൽപ്പെട്ടതാണ്. എന്നാൽ ഈ പറയുന്നത് ഒരു പെരുന്നുണയനാണെന്ന് വളരെ വ്യക്തമായ ഒരു കാര്യമാണെങ്കിൽ അയാൾ വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു പെരുന്നുണയനാണ്, അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഇയാൾ പെരുന്നുണയനാണ്, ഇയാൾ യാത്ര പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ യക്കീനാണ് എങ്കിൽ നമുക്കത് വിശ്വസിക്കേണ്ടതില്ല. എങ്കിൽ പോലും പണ്ഡിതന്മാർ പറയുന്നു നിന്റെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് വല്ലാഹി എന്ന് പറഞ്ഞിട്ടൊരാൾ പറഞ്ഞാൽ നീ മിണ്ടാതിരിക്കുക എന്നുള്ളത്. വല്ലാഹി എന്ന് പറഞ്ഞാൽ കാരണം ആ വാക്കിനോടുള്ള ആദരവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഒരാൾ സത്യം ചെയ്താൽ ആ വാക്കിനോടുള്ള ആദരവാണ്. നീ തൽക്കാലം കളവാക്കാതെ അയാൾ വിടുക എന്നുള്ളത് അതിനോടുള്ള ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. സമാനമായത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റഅ ഈസ ഇബ്നു മറിയം റജുലൻ യസ്രിഖ്. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അദ്ദേഹം ഒരു വ്യക്തി മോഷ്ടിക്കുന്നത് കാണാനിടയായി. ഫഖാല ല അസരിഖ്ത, അയാളോട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു നീ കട്ടില്ലേ, മോഷ്ടിച്ചില്ലേ എന്ന് ചോദിച്ചു. മോഷ്ടിച്ചത് കണ്ടതിന് ശേഷമാണ് ചോദിച്ചത് നീ മോഷ്ടിച്ചില്ലേ? അയാൾ പറഞ്ഞു കല്ലാ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ഇല്ല അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനിൽ അങ്ങനെ ഒരുവൻ തന്നെ സത്യം. അള്ളാഹുവിന്റെ പേരിൽ അയാൾ ആണയിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഫഖാല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ആമൻതു ബില്ലാഹ് വകദ്ദബ്തു ഐനിയൈ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ എന്റെ 2 കണ്ണുകളെയും കളവാക്കിയിരിക്കുന്നു എന്നാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട കാര്യമാണ്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു എന്റെ കണ്ണിനെ കളവാക്കുക. കാരണം അതിനേക്കാളും എനിക്ക് വലുതാണ്. അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും എനിക്കത് വലുതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഉദറുണ്ടായേക്കാം. അത് കാണണം. ഒരുപക്ഷെ ഇയാൾ എടുക്കുന്ന പണം അയാളുടേത് തന്നെ ഹക്കായിരിക്കാം. അയാൾ ചിലപ്പോൾ തിരിച്ചെടുക്കുന്നതോ മറ്റോ ആയിരിക്കാം. അങ്ങനെ ഒരു പക്ഷെ ഉദർ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ അയാൾ അങ്ങനെ എടുത്ത പണം അത് ചിലപ്പോൾ അയാൾ മോഷ്ടിച്ചതായിരിക്കില്ല. അതെടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാനോ മറ്റോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ അയാൾക്ക് ഉദർ കാണുക എന്നുള്ളത് വാജിബല്ല. പക്ഷെ അത് നിന്റെ കമാലിൽപ്പെട്ടതാണ്. ഉദർ എന്തെങ്കിലും കാണുക എന്നുള്ളത് വാജിബല്ല. പക്ഷെ നീ അതിനെ തൃപ്തിപ്പെടുക, അയാൾ വല്ലാഹി എന്നിട്ട് പറഞ്ഞ കാര്യത്തിന് നീ തൃപ്തിപ്പെടുക എന്നുള്ളത് നിന്റെ തൗഹീദിന്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്, ഒരു അസറാണ് അടുത്തതായി കൊടുത്തിട്ടുള്ളത്. ഒരു ഹദീസാണ് അടുത്തതായി കൊടുത്തിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഹ്ലിഫു ബി ആബായിക്കും
നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരുടെ പേരിൽ സത്യം ചെയ്ത് പറയാൻ പാടില്ല. മൻ ഹലഫ ബില്ലാഹ് ഫല്യസ്ദുഖ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നെങ്കിൽ അവൻ സത്യസന്ധത കാണിച്ചുകൊള്ളട്ടെ. വമൻ ഹുലിഫ ലഹു ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യപ്പെട്ടത് അവന്റെ മുന്നിൽ ഒരാൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്താൽ ഫല്യർദ, അവൻ അതിൽ തൃപ്തിപ്പെടട്ടെ. വമൻ ലം യർദ ഫലൈസ മിന്ന, ഫലൈസ മിനല്ലാഹ്, ആരെങ്കിലും അതിൽ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ, വല്ലാഹി എന്ന് പറഞ്ഞ കാര്യത്തിൽ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഹിസ്ബിൽ, അള്ളാഹുവിന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല, അള്ളാഹുവിന്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞ കാര്യമാണ്. ലാ തഹ്ലിഫു ബി ആബായിക്കും, നിങ്ങൾ നിങ്ങൾ ഉപ്പമാരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞത് നേരത്തെ. ഉപ്പമാരുടെ പേരിൽ മാത്രമല്ല, ഇത് മക്ക മുശ്രിക്കുകൾ അധികവും അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതല്ല എങ്കിൽ ലാ തഹ്ലിഫു ബി ആബായിക്കും വലാ ബി ഉമ്മഹാത്തിക്കും വലാ ബിൽ അൻദാദ് എന്നൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരെ തൊട്ട് സത്യം ചെയ്യാൻ പാടില്ല, ഉമ്മമാരെ തൊട്ട് സത്യം ചെയ്യാൻ പാടില്ല. ഇതുപോലെ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കാൻ പാടില്ല. വലാ തഹ്ലിഫു ഇല്ലാ ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. വലാ തഹ്ലിഫു ഇല്ലാ വ അൻതും സാദിഖൂൻ, നിങ്ങൾ സത്യം ചെയ്യുന്നെങ്കിൽ സത്യസന്ധരായിരിക്കണം എന്നൊക്കെ വന്നിട്ടുള്ളതാണ്. പിന്നെന്താണ് വന്നത്? മൻ ഹലഫ ബില്ലാ ഫല്യസ്ദുഖ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നെങ്കിൽ അവൻ സത്യസന്ധത കാണിച്ചോളട്ടെ. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. വല്ലാഹി എന്ന് പറഞ്ഞ കാര്യം നമ്മളത് കളവ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കടുത്ത പാപമാണ്, വൻ പാപത്തിൽപ്പെട്ട കാര്യമാണ്. ഒരാൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു കളവ് പറയുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വല്ലാഹി എന്നുള്ള കാര്യം നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പാടില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കളവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹ്ലിഫു അലാ യമീനി സബ്രിൻ യഖ്തതിഉ മാലൻ വഹുവ ഫീഹാ ഫാജിർ ഇല്ലാ ലഖിയല്ലാഹു വഹുവ അലൈഹി ഗൾബാൻ. ഈ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് എന്തു പറഞ്ഞാലും അത് കളവാണ്, എന്തു പറഞ്ഞാലും അത് വൻ പാവം തന്നെയാണ്. പക്ഷെ അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഹക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾക്ക് കടം കൊടുത്തു, ഒരു 1 ലക്ഷം റുപ്യ കടം കൊടുത്തു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോ വല്ലാഹി ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയണം. കടം വാങ്ങിയാൽ പറയണം വല്ലാഹി ഞാൻ വാങ്ങിയിട്ടില്ല, ഇയാളടുത്താണ് വേറെ രേഖയില്ല. ഇയാൾ പറയണം വല്ലാഹി ഞാൻ വാങ്ങിയിട്ടില്ല. കോടതിയിലേക്ക് കാര്യം എത്തി, ജഡ്ജിയുടെ മുന്നിൽ ഇയാൾ പറഞ്ഞു വല്ലാഹി ഞാൻ അങ്ങനെ 1 ലക്ഷം വാങ്ങിയിട്ടേ ഇല്ല എന്ന് ഇയാൾ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭൂമിയോ മറ്റോ സമ്പത്തോ നേടുകയാണ് എങ്കിൽ അള്ളാഹു അങ്ങേയറ്റം കോപിഷ്ഠനായിട്ടല്ലാതെ അവന് കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല എന്നാണ്. ചില റിവായത്തുകളിൽ അവൻ നരകത്തിൽ കത്തിയെരിയും എന്ന രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ കള്ളസത്യം ചെയ്യുക എന്നുള്ളത് നിസ്സാരമായ കാര്യമേ അല്ല. നമ്മൾ കുട്ടികളടക്കം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ചില കാര്യത്തിലൊക്കെ ചില ആൾക്കാർ പേടിച്ചിട്ടോ മറ്റോ അല്ലെങ്കിൽ അഭിമാനം കാക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റോ ഒക്കെ ചിലപ്പോൾ വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞോളൂ. പ്രത്യേകിച്ചും കച്ചവടം ചെയ്യുന്ന ആളുകളാകട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു കുറ്റകൃത്യത്തിനോ മറ്റോ പിടിക്കപ്പെട്ടാൽ ആ സമയത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആളുകൾ വല്ലാഹി എന്ന് പറഞ്ഞ കളവ് പറഞ്ഞാളെയും അത് വളരെ വലിയ പാപമാണ് എന്ന് കാണാൻ സാധിക്കും. അതാണ് ഒരു കാര്യം. ഇനി ഈ അധ്യായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അടുത്ത ഭാഗമാണ്. വമൻ ഹുലിഫ ലഹു ബില്ലാഹ് ഫല്യർളഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ അവനോട് സത്യം ചെയ്താൽ ഫല്യർളഹ്, അവൻ അതിൽ തൃപ്തിപ്പെടണമെന്നാണ്. ഒന്നാമതായി നാം നേരത്തെ പറഞ്ഞതുപോലെ അവൻ മറ്റൊരാളുടെ പേരിൽ സത്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാൻ പാടില്ല. അള്ളാഹിന്റെ പേരിൽ സത്യം പറഞ്ഞ അല്ല നീ ഇന്ന ഷെയ്ഖിന്റെ പേരിൽ സത്യം ചെയ്, അല്ലെങ്കിൽ ഉപ്പാന്റെ പേരിൽ സത്യം ചെയ് എന്ന പോലുള്ള സംസാരം അവന് ഒരിക്കലും പാടില്ല. രണ്ടാമത് അവൻ അതിൽ പൂർണ്ണമായി തൃപ്തിപ്പെടണം എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ പേരിലാണ് സത്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അത് പൂർണ്ണമായി തൃപ്തിപ്പെടണം. എന്നാൽ എപ്പോഴല്ലാതെ ഈ പറയുന്ന വ്യക്തി പെരുന്നുണയനാണ് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അവനെ അവിശ്വസിക്കാം. കാരണം പെരുന്നുണയനാണ്, വെറുതെ പറയാൻ, അങ്ങനെയുള്ള ഒരു തെമ്മാടിയാണ്, വെറുതെ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവനെ അവിശ്വസിക്കാം. അതല്ലാതെ നമുക്കൊരാൾ അള്ളാഹി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മൾ തെളിവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, നമുക്കൊരാളൊരു സംശയമാണ്, ഇന്ന ആളാണ് ഇന്ന കുറ്റകൃത്യം ചെയ്തൊരു സംശയം, തെളിവൊന്നുമില്ല, അയാൾ പറഞ്ഞു വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളത് തൗഹീദിന്റെ ഭാഗമാണ് എന്നാണ്. തൗഹീദിന്റെ ഭാഗമാണ്. കാരണം നിസ്സാരമായി കാണാൻ പാടില്ല. വല്ലാഹി എന്ന് പറയുന്നത് കേൾക്കുന്ന നമ്മൾ നിസ്സാരം കാണാൻ പാടില്ല. ചിലപ്പോൾ പറയുന്നവൻ നിസ്സാരാക്കിയിട്ടുണ്ടാവും, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പറയുന്നവൻ ചിലപ്പോൾ നിസ്സാരാക്കി കളഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഫല്യസ്തുഖ്, സത്യസന്ധത കാണിക്കട്ടെ എന്നുള്ള താക്കീത് ആദ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേൾക്കുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് തൃപ്തിപ്പെടണം എന്നാണ്. വമൻ ലം യർള ഫലൈസ മിനല്ലാഹ്, ആരെങ്കിലും അങ്ങനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനോട് കടുത്ത താക്കീതാണ്. അവൻ നമ്മിൽപ്പെട്ടവനല്ല, അള്ളാഹുവിന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇതാണ് ഈ അധ്യായത്തിലുള്ളത്. അടുത്ത അധ്യായം, മൂന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ അധ്യായത്തിൽ ബാബു ഖൗലി മാ ഷാ അല്ലാഹു വശിയത്, ഇതാണ് നമ്മൾ നേരത്തെ വിശദീകരിക്കാമെന്ന് പറഞ്ഞു. ബാബു ഖൗലി
മാഷാ അല്ലാഹു വശിഅ്ത. ഒരാൾ മാഷാ അല്ലാഹ് വശിഅ്ത എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായം. എന്താണ് മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറഞ്ഞാൽ? അള്ളാഹു നീയും ഉദ്ദേശിച്ചാൽ എന്നാണ് പറഞ്ഞത്. മാഷാ അല്ലാഹു വശിഅ്ത, അള്ളാഹു നീയും ഉദ്ദേശിച്ചാൽ എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞു, തൗഹീദ് എന്ന് പറയുന്നത് അത് വിശ്വാസത്തിലുള്ളതുപോലെ പ്രവർത്തനത്തിലും സംസാരത്തിലും തൗഹീദ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന് കളങ്കം ഏൽക്കുന്നത് വിശ്വാസത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലും തൗഹീദിനെതിരായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ പാടില്ല. റുക്കൂ തൗഹീദാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള ഇബാദത്ത്, മറ്റൊരാൾക്കും അത് ചെയ്യാൻ പാടില്ല. അത് എന്ത് വിശ്വാസം ഇല്ലെങ്കിൽ പോലും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, കരാട്ടെ മാസ്റ്റർ ആകട്ടെ, കുൻഫു മാസ്റ്റർ ആകട്ടെ, അവർക്ക് അങ്ങനെ ഒരു ആംഗ്യമുണ്ട്, നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഹറാമായ കാര്യമാണ്. കാരണം അത് ഷിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യേണ്ട ഇബാദത്താണ് റുക്കു എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ചെയ്യുക എന്നുള്ളത് അത് എന്ത് പേരിലാകട്ടെ പാടില്ല. കാരണം അത് അമലുകളിൽ തൗഹീദുമാണ്. അതുപോലെ സംസാരമാകട്ടെ, നമ്മൾ പറഞ്ഞു എന്ത് വിശ്വാസം ഇല്ലെങ്കിലും അങ്ങനെയുള്ള സംസാരം പാടില്ല. അതിൽപ്പെട്ടതാണ് മാഷാ അല്ലാഹ് വശിഅ്ത എന്ന് പറയുന്നത്. അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മശിയത്ത് എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉദ്ദേശമുണ്ട്. അതുപോലെ പടപ്പുകൾക്കും അള്ളാഹു തആല ഉദ്ദേശം നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ, ലിമൻ ശാഅ മിൻകും അയ്യസ്തഖീം, നിങ്ങളിൽ ഉദ്ദേശിക്കുന്നവർക്ക് നേരായ മാർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ലിമൻ ശാഅ മിൻകും അയ്യസ്തഖീം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, നിങ്ങളുടെ ആ മശിയത്ത്, നിങ്ങളുടെ ആ ഉദ്ദേശം എന്ന് പറയുന്നത് അത് റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശത്തിന് കീഴിലായിരിക്കും. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. അപ്പൊ അടിമക്കും ഉദ്ദേശമുണ്ട്, പക്ഷേ അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാഷാ അല്ലാഹു വശിഅ്ത, അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടൊപ്പം ചേർത്തി പറയുക എന്നുള്ളത് പാടില്ല. മറിച്ച് മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മാഷാ അല്ലാഹ് സുമ്മ ശിഅ്ത, അള്ളാഹു ഉദ്ദേശിച്ചത് ശേഷം നീ ഉദ്ദേശിച്ചത് എന്ന രൂപത്തിൽ പറയാം എന്നാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറഞ്ഞു, ലാ തഖൂലു മാഷാ അല്ലാഹ് വശാ ഫുലാൻ, നേരത്തെ വന്നതാണ്. ലാ തഖൂലു, നീ പറയാൻ പാടില്ല മാഷാ അല്ലാഹ് വശാ ഫുലാൻ, അള്ളാഹും ഇന്നയാളും ഉദ്ദേശിച്ചത് എന്ന് പറയാൻ പാടില്ല. വലാകിൻ ഖൂലു മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് നീ പറഞ്ഞോളൂ. സുമ്മ ശാ ഫുലാൻ, പിന്നീട് എന്നയാളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞോളൂ. അതാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഈ രൂപത്തിൽ പറയാൻ പാടില്ല. ഇപ്പൊ വാക്കും സുമ്മക്കും അറബിയിൽ വ്യത്യാസമുണ്ട്. വാ എന്ന് പറഞ്ഞാൽ ഒപ്പം ചേർത്ത് പറയലാണ്. മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവും നീയും എന്ന് കിട്ടും. എന്നാൽ മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത എന്ന് പറഞ്ഞാൽ അള്ളാഹും പിന്നീട് നീയും എന്ന് കിട്ടും. ആ വാക്കിലാണ്. അള്ളാഹുവോടൊപ്പം ചേർത്തിയപ്പോൾ അത് ശിർക്കുൻ അസ്ഗറായി. എന്നാൽ പിന്നീട് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഉദ്ദേശമൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞപ്പോൾ അത് സുരക്ഷിതമായ ഒരു വാക്കായി. അപ്പൊ സംസാരത്തിൽ പോലും സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള സംസാരം. ഇനി ഒരാൾ അത് അള്ളാഹുവിനെ അങ്ങനെ സമനൊന്നും ആക്കിയിട്ടില്ല, കേവലം സംസാരത്തിൽ മാത്രം വന്നാണെങ്കിൽ ഈ പറഞ്ഞ ശിർക്കുൻ അസ്ഗറാണ്. പക്ഷേ ഒരാൾ വിചാരിക്കുകയാണ് അള്ളാഹുവിന് ഉദ്ദേശമുണ്ട്, അതുപോലെ സമാനമായ ഉദ്ദേശം അടിമകൾക്കുണ്ട്, ഈ പറയുന്ന മനുഷ്യനുണ്ട്, അയാൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നടന്നത് എന്ന് വിശ്വസിച്ചാൽ ശിർക്കുൻ അക്ബറായി പോകും. അള്ളാഹുവിന്റെ ഉദ്ദേശം വേറെയാണ്, അടിമക്ക് സ്വന്തമായി ഉദ്ദേശിക്കാനുള്ള മശിയത്തുണ്ട്. ഖദരിയാക്കളെ പോലെ ഖദറിനെ നിഷേധിച്ച ഖദരിയാക്കളുടെ വാദം അതാണ്. അവർക്ക് അടിമകൾക്ക് സ്വന്തമായി ഉദ്ദേശിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഉദ്ദേശം അതിന്റെ മുന്നേ ഉണ്ടായിരിക്കേണ്ടതില്ല എന്ന വിശ്വാസമുള്ള ഖദരിയാക്കളുണ്ട്. ഷിർക്കൻ വിശ്വാസമാണത്, കുഫ്രൻ വിശ്വാസമാണത്. അങ്ങനെയാണെങ്കിൽ അത് ഷിർക്കുൻ അക്ബറാവും. ഇനി അതൊന്നുമില്ല, അള്ളാഹിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് തന്നെ മനുഷ്യന്റെ ഉദ്ദേശമൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്ന വളരെ സാലിഹായ ഒരു മനുഷ്യൻ പക്ഷെ പറയുന്ന സമയത്ത് അള്ളാഹു നീയും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലുള്ള ഷിർക്കാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കൊടുത്തിട്ടുള്ളത് ഒരു ഹദീസാണ്. അൻ ഖുതൈല, ഖുതൈല എന്ന് പറയുന്നത് ഒരു സഹാബി സ്ത്രീയാണ് റളിയല്ലാഹു അൻഹ. അവരുടെ പേര് ഖുതൈലതു ബിൻതു സൈഫി അൽ ജുഹനിയ റളിയല്ലാഹു അൻഹ. അവർ പറയുകയാണ്, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന യഹൂദിയൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. യഹൂദി, നമുക്കറിയാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമാണ് യഹൂദികൾ എന്നുള്ളത്. അവർക്ക് യഹൂദ് എന്ന് പറയാനുള്ള കാര്യം പണ്ഡിതന്മാർ പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവരുടെ പഴയ ഒരു പൂർവ്വ പിതാവിന്റെ പേര് യഹൂദ് എന്നായിരുന്നു, അതുകൊണ്ടാണ് അവർ യഹൂദികൾ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ഹുദ്നാ ഇലൈക്, തീർച്ചയായും റബ്ബെ ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. ഇന്നാ ഹുദ്നാ ഇലൈക് എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് യഹൂദികൾ എന്ന് വന്നത് എന്നൊക്കെ അഭിപ്രായം കാണാൻ സാധിക്കും. യഹൂദികൾ ആദ്യ കാലഘട്ടത്തിൽ അവർ മദീനയിൽ ധാരാളം ഉണ്ടായിരുന്നു. മദീനയിൽ അവർ ധാരാളം
ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഹൂദികളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് യഹൂദികളെ കാണാൻ സാധിക്കുന്നത്. യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളുടെ അടുത്ത് പോയി ഭക്ഷണം കഴിച്ചതായിട്ടും അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകളൊക്കെ നമ്മൾ യഹൂദികളുമായി ബന്ധപ്പെട്ടത് കാണുന്നത് യഹൂദികൾ ആദ്യം മദീനയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയും എന്നിട്ട് പറഞ്ഞു, ഇന്നക്കും തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു. തഖൂലൂൻ, നിങ്ങൾ പറയുന്നുണ്ട്, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും നീയും ഉദ്ദേശിച്ചത് എന്ന വാക്ക് പറയുന്നുണ്ട്. വതഖൂലൂന വൽ കഅബ, കഅബയാണ് സത്യം എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് യഹൂദി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, യഹൂദിക്ക് ഒരിക്കലും നസീഹത്ത് ഉണ്ടായിട്ട് പറയുന്നതല്ല. എന്തിനാണ് യഹൂദി ഇത് വന്ന് പറഞ്ഞത്? യഹൂദി ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും പരിഹസിക്കാനാണ്, വില കുറച്ച് കാണാനാണ്. കാരണം ഞങ്ങൾ ശിർക്കാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എങ്കിൽ നിങ്ങളും ശിർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അല്ലാതെ നസീഹത്ത് ഉണ്ടായിട്ട് ശിർക്കിന്റെ ഒരു ഗൗരവം ഓർമ്മപ്പെടുത്താൻ വന്നതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ, സ്വഹാബികളെ പരിഹസിക്കാൻ, നിങ്ങളൊക്കെ നമ്മൾ ശിർക്ക് ചെയ്യുന്നതാണ്, ഞങ്ങൾ കുഫറിലാണെന്നൊക്കെ അല്ല പറയുന്നത്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാഷാ അല്ലാഹു വശിഅത എന്ന് പറയുന്നുണ്ട്, വൽ കഅബ എന്ന് പറയുന്നത് സത്യം ചെയ്യുമ്പോൾ അല്ലാഹു അല്ലാത്ത ആളുകളെ, പടപ്പുകളെ സത്യം ചെയ്യുന്നുണ്ട്, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹു നീയും ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ സഹാബത്തിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാറില്ല, സ്വഹാബികൾ ചിലരന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. കാരണം ഇതിന്റെ വിലക്ക് വരുന്നതിന് മുമ്പുള്ള സന്ദർഭമാണ്. വിലക്ക് വന്നതിന് ശേഷം സ്വഹാബികൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കൊന്നുമില്ല. ഇപ്പൊ വിലക്ക് വരുന്നതിന് മുമ്പാണ്. അപ്പൊ അതുവരെ അവർ പറയാറുണ്ടായിരുന്നു. യഹൂദി വന്ന് ഇത് ഉണർത്തി. കാരണം യഹൂദിക്ക് കിതാബ് കിട്ടിയ ആളാണ്, അവർക്ക് പല വിഷയങ്ങളും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നവർ തന്നെയാണ്. പക്ഷെ അവർ അതിനെതിരെ പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ സഹാബത്തിന് നസീഹത്ത് കൊടുത്തു, ഇദാ അറാദു അൻ യഹ്ലിഫു അൻ യഖൂലു വറബ്ബിൽ കഅബ, നിങ്ങൾ ഇനി സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റബ്ബുൽ കഅബ എന്ന് പറയും, വൽ കഅബ എന്ന് പറയരുത്. കഅബയുടെ റബ്ബാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അങ്ങനെ പറയാവൂ. അല്ലാതെ വൽ കഅബ, കഅബയാണ് സത്യം എന്ന് പറയാൻ പാടില്ല. വഅൻ യഖൂലു മാഷാ അല്ലാഹു സുമ്മ ശിഅത്, നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവും പിന്നീട് നീ ഉദ്ദേശിച്ചത് എന്നേ നിങ്ങൾ പറയാവൂ. ആദ്യം പറഞ്ഞതുപോലെ മാഷാ അല്ലാഹ് വശിഅത്, വാവ് വെച്ചിട്ട് അല്ലാഹുവും നീയും എന്ന് പറയാൻ പാടില്ല. അല്ലാഹുവും പിന്നീട് നീയും ഉദ്ദേശിച്ചത് എന്ന രൂപത്തിലെ പറയാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ സഹാബിക്ക് എന്ത് ചെയ്യുകയാണ്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ ചില പ്രധാനപ്പെട്ട ഫായിദകളുണ്ട്. ഈ ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട ചില ഫായിദകളുണ്ട്. ഒന്ന്, ഈ ബാത്തിലിന്റെ ആൾക്കാർ, തിന്മയുടെ ആൾക്കാർ, അവർ ചില സമയത്ത് നമുക്ക് നമ്മുടെ അടുക്കൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഹക്ക് പറയുന്നത് അത് ഹക്കിനെ പ്രകടമാക്കാനായിരിക്കണം എന്നൊന്നുമില്ല. മറിച്ച് അവരുടെ ഉദ്ദേശം മോശമായിരിക്കും. ഇപ്പൊ ഇവിടെ ഷിർക്കിനെ താക്കീത് ചെയ്യാനായിരിക്കുമോ യഹൂദി വരിക? ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഷിർക്ക് മുങ്ങിക്കുളിച്ചു. ഏറ്റവും വലിയ ദുൽമായ ഉസൈർ എന്ന് പറയുന്ന ഒരു സാലിഹായ വ്യക്തി, ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ മകനാണെന്നുള്ള ഏറ്റവും വലിയ കുഫറൊക്കെ പറയുന്ന ഇവർ ഷിർക്കിനെ തൊട്ട് സൂക്ഷിക്കുന്നവരായിരിക്കുമോ? ഒരിക്കലുമില്ല. വളരെയധികം തെമ്മാടികളാണ്, ഗൈരിൽ മഗ്ലൂബാണ്, അള്ളാഹു തആല കോപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവരാണ്. അപ്പൊ ഇവര് ചില ആളുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ വന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കും നല്ലതിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. ചിലപ്പോൾ അതൊക്കെ അത് പരിഹസിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോ നമ്മൾ അത് എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ വലിയ വഞ്ചിതരായി ഇവർ വലിയ നല്ല ആൾക്കാരാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇവിടെ യഹൂദി അതിന്റെ ഒരു ഉദാഹരണമാണ്. ഇവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാനാണ്, സ്വഹാബികളെ ചീത്ത പറയാനാണ്. ഇത് ശരിക്കും ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ബാത്തിലിന്റെ ആൾക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോട് വലിയ നസീഹത്തുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ ധരിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ധരിക്കേണ്ടതില്ല. അവർ ബാത്തിലിന്റെ ആൾക്കാരാണെങ്കിൽ അവർ ബാത്തിലിന്റെ ആൾക്കാർ തന്നെയാണ്, തിന്മയുടെ ആൾക്കാർ തന്നെയാണ്. അത് മനസ്സിലാക്കുക. ഒരു ഫായദയായിട്ട് പറയുന്നത്, ചിലപ്പോൾ ഇത്തരത്തിലുള്ള ബാത്തിലിന്റെ ആളുകൾ ചില ഹക്കുകൾ പറയുന്നത് ഹക്ക് വെളിപ്പെടണം, ഹക്ക് ആളുകൾ സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തിലൊന്നായിരിക്കില്ല. മറിച്ച് അവർക്ക് തെറ്റായ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും വില കുറച്ച് കാണാനും മറ്റുമൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് ന്യായം കാണാനൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നമ്മൾ വഞ്ചിതരാകേണ്ടതില്ല എന്നാണ് ഒന്നാമത്തെ ഒരു ഫായിദയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം, ഹക്ക് ആര് പറഞ്ഞാലും അത് സ്വീകരിക്കുക എന്നുള്ള ബാധ്യത നമുക്കുണ്ട്. ഹക്ക് ആര് പറഞ്ഞാലും, എത്ര വലിയ ബാത്തിലിന്റെ ആളായാലും ശരി, എത്ര വലിയ തിന്മയുടെ വക്താവാണെങ്കിലും ശരി, ഹക്കാണോ അവൻ പറയുന്നത് അത് സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ പറഞ്ഞതൊരു യഹൂദിയാണ് എന്നുള്ളത് കൊണ്ട് അത് സ്വീകരിക്കാതിരുന്നിട്ടില്ല. യഹൂദി പറഞ്ഞ കാര്യമുള്ളതായിരുന്നു, ഹക്കായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുകയും സഹാബത്തിനോട് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം,
ഹക്കൊരിക്കലും ഒരു ബാത്തിലിന്റെ ആളുകളുടെ അടുക്കൽ പോയി അന്വേഷിക്കാൻ പാടില്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നഹ്നു നഖ്ബലുൽ ഹഖ്ഖ മിൻ അഹ്ലിൽ ബാത്തിൽ വലാ നത്ലുബു മിൻഹും. നമ്മൾ ഹക്ക് ബാത്തിലിന്റെ ആളുകളിൽ നിന്ന് സ്വീകരിക്കും. അവർ ഹക്കും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും, പക്ഷെ അവരുടെ അടുക്കലേക്ക് അന്വേഷിച്ചു പോവുകയില്ല. ഇത് ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്. ഇത് രണ്ടിലും പിഴവ് വരുത്തുന്ന ആൾക്കാരുണ്ട്. ബാത്തിലിന്റെ ആളുകൾ, വഴികേടിന്റെ ആളുകൾ ഒരു ഹക്ക് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ വഴികേടിന്റെ ആളാണ്, ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നവരെ കാണാൻ സാധിക്കും. അത് തെറ്റാണ്. കാരണം ഹക്ക് സ്വീകരിക്കാൻ ബാധ്യതയുണ്ട്. ഹക്ക് സ്വീകരിക്കാൻ വളരെയധികം ബാധ്യതയുണ്ട്. അൽ ഹഖു അഹഖു അൻ യുത്തബ. ഹക്കാണ് പിൻപറ്റപ്പെടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. അത് പിൻപറ്റണം. ബാത്തിലിന്റെ ആളാണ്, ശിർക്കിന്റെ ആളാണ്, ബിദ്അത്തിന്റെ ആളാണ്, മാസിയത്ത് ചെയ്യുന്നവനാണ് എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. നമ്മുടെ അടുത്ത് ബാത്തിലാണോ ഉള്ളത്, അവൻ ഹക്കും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഈ ന്യായം പറഞ്ഞിട്ട് ചിലരെന്ത് ചെയ്യും, എല്ലാവരുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ ഹക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പോയി നമ്മൾ ഹക്ക് അന്വേഷിക്കണം. ഓന്റെ അടുത്ത് എന്തെങ്കിലും ഹക്ക് ഉണ്ടെങ്കിൽ അത് പാടില്ല. കാരണം ബാത്തിലിന്റെ ആളുകൾ, വഴികേടിന്റെ ആളുകൾ അസല് വഴി വേഴ്പ്പിക്കുക എന്നുള്ളതാണ്. അവർ വല്ലപ്പോഴും ഇങ്ങനെ ഹക്ക് പറയുമെങ്കിലും അവരുടെ അടിസ്ഥാനം അവർ നമ്മെ വഴി വേഴ്പ്പിക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട അസ്ത്രങ്ങളൊക്കെ ധാരാളമാണ്, അതോട് വിശദീകരിക്കുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹക്ക് കേട്ടാൽ സ്വീകരിക്കാം എന്നതിന്റെ അർത്ഥം എന്തല്ല, ഹക്ക് അന്വേഷിച്ചു ബാത്തിലിന്റെ വഴികേടിന്റെ ആളുകളുടെ അടുക്കലേക്ക് പോകാം എന്നല്ല. അത് രണ്ടും രണ്ടാണ്. അത് രണ്ടിലും തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതിൽ ഇഫ്രാത്തും തഫ്രീത്തും ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ അതിര് കവിയുന്ന ആൾക്കാരുമുണ്ട്, അലംഭാവം കാണിക്കുന്നവരുമുണ്ട്. അതിര് കവിയുന്നവർ എന്തൊക്കെ ആരുടെ നേട്ടാലും സ്വീകരിക്കുകയില്ല, ബാത്തിലിന്റെ ആളാണെന്ന് പറയും, അത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ അതിൽ അലംഭാവം കാണിക്കുന്നവർ ആരടുത്തും പോയി നമുക്ക് ഹക്ക് തേടാമെന്ന് പറയും. ഇതിന്റെ ഇടയിലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം. അവരാരിൽ നിന്നും ഹക്ക് സ്വീകരിക്കും, പക്ഷെ ആരുടെ അടുക്കൽ പോയി, എല്ലാവരുടെ അടുക്കലും പോയി ഹക്ക് അന്വേഷിക്കുകയില്ല. ഹക്കിന്റെ ആളുകളുടെ അടുക്കൽ മാത്രമേ ഹക്ക് അന്വേഷിക്കാൻ പാടുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു മര്യാദയാണ്, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു ബാത്തിലിന്റെ വ്യക്തി, വഴികേടിന്റെ വ്യക്തി ഒരു ഹക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവന്റെ വില അങ്ങ് ഉയർത്തുന്ന രൂപത്തിൽ അവനങ്ങ് പുകഴ്ത്തി പറയുക എന്നുള്ളതല്ല, മറിച്ച് അത് ഉദ്ധരിക്കുക. ആ കാര്യം അയാൾ എന്നാ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബാത്തിലിന്റെ വ്യക്തി എന്തെങ്കിലുമൊക്കെ ഒരു ഹക്ക് പറഞ്ഞാൽ പിന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും അവൻ എന്താണെന്ന് ഒന്നും നോക്കൂല, അവനങ്ങ് പുകഴ്ത്തിക്കളി. നമ്മളെ പല സാഹചര്യങ്ങളിൽ നാട്ടിലും മറ്റുമൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആരെങ്കിലും ഒരാളൊരു ഫാഷിസത്തെ കുറിച്ച് എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോ ചിലപ്പോൾ അതിനേക്കാളും വലിയ മത നിഷേധിയായിരിക്കും. ഇവൻ അതൊന്നും വിഷയമല്ല, ഓനങ്ങ് പുകഴ്ത്തിയോ. കാരണം ഫാഷിസ്റ്റുകളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഓനെ പുകഴ്ത്തി വാദോരാതെ പുകഴ്ത്തുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവൻ അതിനേക്കാളും വലിയ ബാത്തിലിന്റെ ഒരു ദൈവവും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ ഇവിടെ ഒരു പോയിന്റിൽ നമ്മളോട് യോജിച്ചപ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും ഇവന്റെ ഒരു പോയിന്റ് നമ്മളങ്ങ് ഉദ്ധരിക്കുമാ, ഇന്നാൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞു, ഉദ്ധരിക്കേണ്ടടുത്ത് ഉദ്ധരിച്ചു, അവിടെ വെച്ചു. പക്ഷെ അതല്ല, അതിനേക്കാൾ അപ്പുറത്ത് തലയിൽ എടുത്തു വെച്ചുകൊണ്ട് എന്നാൾ അങ്ങനെയാണെന്നൊക്കെ പറയും. ഇവൻ തന്നെ ചിലപ്പോൾ ഇസ്ലാമിനെതിരെ സംസാരിച്ചത് ഇപ്പുറത്തുണ്ടാവും, അത് നോക്കൂല. അപ്പൊ അങ്ങനെയുള്ള ഇത് കാണാൻ പാടില്ല. ഇവിടെ യഹൂദിയെ പുകഴ്ത്തിയിട്ടോ യഹൂദിക്ക് ജസാഉല്ലാഹ് ഖൈർ ഒന്നുമില്ല. ഇവിടെ യഹൂദി പറഞ്ഞു, അത് ഉദ്ധരിച്ചു. കാരണം യഹൂദി വന്ന് അങ്ങനെയാണ് സംഭവിച്ചത്, അത് ഉദ്ധരിച്ചു. ആ ഒരു ഉദ്ധരണി ഉണ്ടായി എന്നല്ലാതെ അയാൾ അതിന്റെ പേരിൽ പുകഴ്ത്തുക ഇതൊന്നും ഉണ്ടാവുകയില്ല. കാരണം അവൻ അസിൽ അടിസ്ഥാനം അവൻ ബാത്തിലിന്റെ ആളാണ്, വഴികേടിന്റെ ആളാണ്. അവൻ പുകഴ്ത്തപ്പെടാൻ പാടില്ല. അവൻ ആ പറഞ്ഞ ഹക്ക് അത് സ്വീകരിക്കാം, അത് ഉദ്ധരിക്കാം എന്നല്ലാതെ അവൻ അതിനു മുകളിൽ പുകഴ്ത്തപ്പെടാൻ പാടില്ല എന്നാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്, ഇവിടെ യഹൂദി മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒക്കെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അത് വലിയ ഖൈറായി മാറുകയാണ്. പരിഹസിക്കാനാണ് വന്നത്, പക്ഷേ ഇത് ഷിർക്കിനെതിരെയുള്ള ഒരു താക്കീതായി തീരുകയാണ്. മുസ്ലിമീങ്ങൾക്ക്, സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നല്ലൊരു നസീഹത്ത് കിട്ടാൻ ഇത് കാരണമായി. പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ബാത്തിലിന്റെ വഴികേടിന്റെ ആളുകൾ എത്ര തന്നെ അവരുടെ പരിശ്രമങ്ങൾ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും അള്ളാഹു അത് പിന്നീട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഖൈറുള്ള കാര്യം തന്നെ ആക്കി തീർക്കും. നമ്മളത് പേടിക്കേണ്ടതില്ല. അപ്പൊ അതിനുള്ളൊരു പാഠവും കൂടി ഇതിലുണ്ട്. അവർ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടിക്കാനൊക്കെ നോക്കും, അവർ പരിഹസിക്കാൻ നോക്കും. ചിലപ്പോൾ അവർ പരിഹസിക്കാൻ തുടങ്ങിയ പല കാര്യങ്ങളും അത് ഹക്ക് പ്രചരിക്കാനൊക്കെ കാരണമാവാറുണ്ട്. അവർ ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. ഇത് കാണുന്ന ചില സ്ത്രീകൾ അതിനെക്കുറിച്ച് പഠിക്കാനും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണമാകും. അപ്പൊ ബാത്തിലിന്റെ ആളുകൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള വേലകളെ തൊട്ട് നമ്മൾ ബേജാറാകേണ്ടതില്ല. അത് മുസ്ലിമീങ്ങൾക്ക് പിന്നീട് ഉപകരിക്കുന്ന കാര്യമാകും. ഇവിടെ യഹൂദി പരിഹസിക്കാനാണ് വന്നത്, പക്ഷേ ഷിർക്കിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നത് വലിയൊരു പാഠമാണ് എന്ന് പണ്ഡിതന്മാർ
പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി, അതിൽ അവസാനമായി കൊടുത്ത 2 അസറുകൾ കൂടിയുണ്ട്, അതുകൂടി വായിക്കാം. വലഹു ഐളൻ അഥവാ നസായി തന്നെ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഷാ അല്ലാഹു വശിഅ. ഒരു വ്യക്തി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു മാ ഷാ അല്ലാഹു വശിഅ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് മറുപടി പറഞ്ഞു അജഅൽതനി ലില്ലാഹി നിദ്ദ, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിനൊരു സമനാക്കുകയാണോ, പകരക്കാരനാക്കുകയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ വ്യക്തി ഒരിക്കലും അള്ളാഹുവിനെ പോലെയാണ് റസൂൽ എന്നോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവുകയില്ലല്ലോ, സംശയമില്ല. പക്ഷെ അയാളുടെ വാക്കിന്റെ ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അജഅൽതനി ലില്ലാഹി നിദ്ദ, അതാണ് നേരത്തെ പറഞ്ഞ ആയത്ത്. വലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കാൻ പാടില്ല. ഹത്ത ബില്ലഫ്, നമ്മൾ സംസാരത്തിൽ പോലും അത് പാടില്ല. സംസാരത്തിൽ പോലും അള്ളാഹുവിന് സമൻ മാഷാ അല്ലാഹ് വശിഅത്ത് എന്നത് പാടില്ല എന്നുള്ള വളരെ ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി വേണമെങ്കിൽ മാഷാ അല്ലാഹു സുമ്മ ശിഅത എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ആ ഷിർക്കിന്റെ വാതിലുകൾ അടക്കുക എന്ന ആ ഒരു കാരണത്താലായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലും പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും കമാലാണ് പറഞ്ഞത് മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് പറയുക എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ് സുമ്മ ശിഅത എന്ന് പറഞ്ഞ് വേറെ ചില റിവായത്താണ്. പക്ഷേ ഇദ്ദേഹത്തിനെ തിരുത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിന്റെ പഴുതുകൾ അടക്കുകയാണ്. മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് നീ പറഞ്ഞാൽ മതി, എന്റെ പേരിലേക്ക് ചേർക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനമായിട്ട് ഒരു അസറാണ്. ഇതൊരു സ്വഹാബി കണ്ട ഒരു സ്വപ്നാണ്. മഹാനായ സ്വഹാബി തുഫൈൽ റളിയല്ലാഹു അൻഹു. തുഫൈൽ എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയത്ത സഹോദരനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയത്ത സഹോദരനാണ്. അഥവാ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത്, അദ്ദേഹം ഒരൊറ്റ ഹദീസ് മാത്രമേ ഈ സ്വഹാബി റിവായത്ത് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് ഈ തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അദ്ദേഹം മക്കത്ത് വന്നിട്ട് ഉമ്മു റുമാനിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ്. കല്യാണം കഴിച്ചു. അങ്ങനെ തുഫൈൽ ജനിച്ചു. പിന്നീട് ആ ഉപ്പ മരണപ്പെട്ടു പോയി. പിന്നീട് ഈ സ്ത്രീയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. അതിൽ നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയത്ത സഹോദരനാണ് എന്ന് കാണാൻ സാധിക്കും. ഉപ്പ വ്യത്യാസമാണ്, ഉമ്മ ഒന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയത്ത സഹോദരനാണ്. അപ്പൊ തുഫൈൽ അദ്ദേഹം ഈ ഒരൊറ്റൊരു ഹദീസ് അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് സഹാബികളുണ്ട്, അവരൊറ്റ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ചില കിതാബുകളൊക്കെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഒറ്റ ഹദീസ് മാത്രം, മഫാരിദു സഹാബ, ഒറ്റ ഹദീസ് മാത്രം റിവായത്ത് ചെയ്ത സഹാബിമാർ എന്ന് പറഞ്ഞിട്ട്. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു അനി തുഫൈൽ അഖി ആയിഷ തലി ഉമ്മിഹ, ആയിഷയുടെ ഉമ്മയത്തെ സഹോദരനായ തുഫൈൽ പറയുന്നു റഅയ്തു, അദ്ദേഹം സ്വപ്നം കണ്ടതാണ്, കഅന്നി അതൈതു അലാ നഫരിൻ മിനൽ യഹൂദ്, ഞാൻ യഹൂദികളുടെ അരികിലൂടെ, ചില റിവായത്തിൽ റഹത്തിൻ മിനൽ യഹൂദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റഹത്ത് എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള എണ്ണമാണ്. അപ്പൊ അത്രയുള്ളൊരു സ്വപ്നത്തിൽ കാണുന്ന കാര്യമാണ്. അങ്ങനെയുള്ള യഹൂദികളുടെ അടുക്കലേക്ക് കൂടി ഞാൻ ഒരിക്കൽ പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, ഇന്നക്കും ലഅൻതുമുൽ ഖൗം ലൗലാ അന്നക്കും തഖൂലൂൻ ഉസൈർ ഇബ്നുല്ലാഹ്, നിങ്ങൾ തന്നെയാണ് ആ വിജയിച്ച കക്ഷി, നിങ്ങളാണ് ആ കക്ഷി. നിങ്ങൾ ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെയായിരുന്നു ആ വിജയിച്ച കക്ഷി എന്ന് പറഞ്ഞു. ഖാലു, അവർ തിരിച്ചു പറഞ്ഞു, വ ഇന്നക്കും ലഅൻതുമുൽ ഖൗം, നിങ്ങൾ തന്നെയാണ് വിജയിച്ച കക്ഷി, ലൗലാ അന്നക്കും തഖൂലൂൻ മാ ഷാ അല്ലാഹ് വ ഷാ മുഹമ്മദ്, അല്ലാഹു ഉദ്ദേശിച്ചത് അതുപോലെ വെച്ചിട്ട് അള്ളാഹു ഉദ്ദേശിച്ചത് മുഹമ്മദും ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന്. നേരത്തെ നമ്മളത് യഹൂദി നേർക്കുനേരെ വന്നിട്ട് കേട്ടിട്ടുള്ളത് തന്നെയാണ്. സ്വപ്നത്തിൽ ഇത് കാണുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് മുഹമ്മദ് ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ നന്നായിരുന്നു എന്ന് യഹൂദി മറുപടി പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദിന്റെ നസീഹത്തായിട്ടല്ല, യഹൂദിനെ അങ്ങോട്ട് അവന്റെ തെറ്റ് പറഞ്ഞപ്പോ തിരിച്ചു പരിഹസിക്കാൻ പറഞ്ഞതായിരിക്കണം. പക്ഷെ ഇതിൽ പാഠമുണ്ട്. സുമ്മ മറർതു ബിനഫറിൻ മിനൻ നസാറ, പിന്നീട് ഞാൻ നസാറാക്കളുടെ അടുക്കലേക്ക് കൂടി നടന്നു. ഫഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, ഇന്നക്കും ലഅൻതുമുൽ ഖൗമ ലൗലാ അന്നക്കും തഖൂലൂൻ അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് അല്ലാഹുവിന്റെ മകനാണ് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെയായിരുന്നു ആ വിജയിച്ച കക്ഷികൾ. അപ്പോൾ അവർ പറഞ്ഞു, വഅൻതും ലഅൻതുമുൽ ഖൗം ലൗലാ അന്നക്കും തഖൂലൂന മാ ഷാ അല്ലാഹു വ ഷാ മുഹമ്മദ്, അള്ളാഹു ഉദ്ദേശിച്ചത് അതോടൊപ്പം മുഹമ്മദ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും നല്ല ആളുകൾ എന്നാ നസാറാക്കൾ ഈ സഹാബിയോട് തിരിച്ചു പറഞ്ഞു. സ്വപ്നത്തിലാണ്. ഫലമ്മ അസ്ബഹ്തു, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഉണർന്നപ്പോൾ അഖ്ബർതു ബിഹാ മൻ അഖ്ബർതു, ഞാൻ അറിയിക്കേണ്ട ചില ആളുകളൊക്കെ അറിയിച്ചു. സുമ്മ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബർതുഹു,
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ഞാൻ ഈ കാര്യം അറിയിച്ചു, ഇങ്ങനെ രാത്രി സ്വപ്നം കണ്ടു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ അഖ്ബർത ബിഹാ അഹദൻ, നീ ആരെങ്കിലും ഇത് അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതിന്റെ കാരണം വ്യക്തമല്ല, എന്തിനാണ് ചോദിച്ചത് എന്ന് അറിയില്ല. അവിടെ ചോദിച്ചു, ഹൽ അഖ്ബർത ബിഹാ അഹദൻ, നീ ആരെങ്കിലും അറിയിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഖുൽതു നഅം, അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി ഹംദും സനാവും ഒക്കെ ചൊല്ലിയിട്ട് സുമ്മ ഖാല അമ്മാ ബഅദ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഖുത്ബ ആരംഭിക്കുന്നത് പോലെ അവിടുന്ന് ആരംഭിച്ചുകൊണ്ട് പറഞ്ഞു, ഫഇന്ന തുഫൈലൻ റഅ റുഅയ അഖ്ബറ ബിഹാ മൻ അഖ്ബറ മിൻകും, തീർച്ചയായും തുഫൈൽ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, നിങ്ങളിൽ ചിലർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വഇന്നകും ഖുൽതും കലിമതൻ കാന യംനഉനി കദാ വകദാ അൻ അൻഹാകും അൻഹാ, നിങ്ങൾ ചില വാക്കുകൾ പറയാറുണ്ടായിരുന്നു, ചില കാരണങ്ങൾ കാരണം എനിക്കത് പറയാൻ സാധിച്ചില്ല. ചില റിവായത്തിൽ എന്റെ ലജ്ജ കാരണത്താൽ കാന യംനഉനി അൽ ഹയാ മിൻകും അൻ അൻഹാകും അൻഹാ, എന്റെ ലജ്ജ കാരണത്താൽ എനിക്ക് നിങ്ങളോട് തടയാൻ പ്രയാസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഇങ്ങനെ മാഷാ അല്ലാഹു വ മാഷാ മുഹമ്മദ് വശാ മുഹമ്മദ് എന്ന് പറയുന്നത് അത് നിങ്ങൾ നേരത്തെ പറയാറുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ചില കാരണങ്ങൾ കാരണത്താൽ എന്നാണ് ഒരു റിവായത്തുള്ളത്. വേറെ ചില റിവായത്തിൽ എനിക്കുള്ള ഒരു ലജ്ജ കാരണത്താൽ ഞാൻ നിങ്ങളോടത് എതിർത്തിട്ടില്ല എന്ന്. അപ്പൊ പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാരണത്താൽ അല്ലെങ്കിൽ ലജ്ജ കാരണത്താൽ എതിർക്കാതിരുന്നത്. അവർ പറഞ്ഞു, ഒന്ന്, അതുവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ഇറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടമല്ല, വ്യക്തിപരമായി അത് ഇഷ്ടമല്ല. പക്ഷെ അള്ളാഹുവിന്റെ വഹി ഇറങ്ങാത്തതിന് കാരണത്താൽ അവിടുന്ന് സംസാരിക്കാതിരുന്നതാണ്. കാരണം ഒരു കാര്യം പാടില്ല എന്ന് അവിടത്തേക്ക് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ വഹി ഇറങ്ങണം. വഹി ഇല്ലാത്ത ഒരു കാര്യം പാടില്ല എന്ന് അവിടത്തേക്ക് പറയാൻ പാടില്ലായിരുന്നു. കാരണം ഭൗതികമായ കാര്യമല്ല, ശർഇന്റെ കാര്യമാണ്. അവിടുന്ന് സ്വന്തമായി സംസാരിക്കുകയില്ല. ഒമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹ, അവിടുന്ന് ദേഹേച്ഛ പ്രകാരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയില്ല. വഹി ഇറങ്ങിയാൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പൊ ആ വഹി ഇറങ്ങാൻ അവിടുന്ന് കാത്തിരിക്കുകയായിരുന്നു. വഹി സ്വപ്നത്തിലായിട്ടും വരും, സ്വപ്നത്തിലായിട്ടും ഇങ്ങനെ വഹി ഇറങ്ങാറുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ അത് വഹിയായി അംഗീകരിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, ഫലാ തഖൂലു മാഷാ അല്ലാഹു വശാ മുഹമ്മദ്, നിങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചത് അതുപോലെ മുഹമ്മദും ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. വലാകിൻ ഖൂലു മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇപ്പൊ നോക്കണം സഹോദരങ്ങളെ, ഇതൊരു മശീഅത്തിന്റെ വിഷയത്തിൽ ആരെ കുറിച്ചിട്ടാണ് ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ഖൽഖാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പുകളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി. ആ വ്യക്തിയുടെ പേര് പോലും മാഷാ അല്ലാഹ് വശാ മുഹമ്മദ്, അള്ളാഹു മുഹമ്മദും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ചോദിച്ചതുപോലെ അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അള്ളാഹുവിനെ എനിക്ക് പകരക്കാരനാക്കുകയാണോ എന്ന രൂപത്തിലെ കടുത്ത വാക്കുകൊണ്ടാണ് പ്രതികരിച്ചത്. കാരണം എന്താണ്? കാരണം ഇത് ലഫ്ളിലുള്ള ശിർക്കാണ്, അത് വൻ പാപത്തെക്കാളും മുകളിലുള്ള പാപമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ശക്തമായി പറഞ്ഞു. ഈ 3 അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിന്റെ ചുരുക്കം, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് കേവലം വിശ്വാസത്തിലും പ്രവൃത്തിയിലും മാത്രമല്ല, നമ്മുടെ സംസാരത്തിലുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹം അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ചേർത്തി പറയുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു താല നമുക്ക് അനുഗ്രഹമായി നൽകിയാൽ അള്ളാഹു ഇന്നയാളും ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ അനുഗ്രഹം പറയുന്നത് ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ തന്നെ സത്യം ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ മശീഅത്തിന്റെ വിഷയം പറയുമ്പോൾ, ഉദ്ദേശിച്ച വിഷയം പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നമ്മൾ അങ്ങനെ പറയാവൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ വാക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളുമെല്ലാം തൗഹീദിൽ അധിഷ്ഠിതമാകുകയും ഷിർക്കിൽ നിന്നും പൂർണ്ണമായുള്ള മോചനവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وهذا والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت واستغفرك ونتوب إليك.